The academic year 2019-20, the department celebrates its Ruby Jubilee. It continues its journey with its excellent academic and co-curricular performances. Prayer delights God's ear and it melts his heart. Let's evoke God's blessings with a prayer song. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ നീ ശാന്തിയാകേണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ നീ ശാന്തിയാകേണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ നീ ശാന്തിയാകേണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ. Now, I invite Ms. Prerana S., Association Secretary, for the welcome speech. ബഹുമാന്യവേദിക്കും പ്രിയ സദസ്സിനും വന്ദനം. ഈ കൂട്ടായ്മയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. അത്യന്തം അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഞാൻ അതിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഈ ചടങ്ങിന്റെ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് ഗണിതശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ റെന്നി പി വർഗീസ് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ കോളേജിലെ വൈസ് പ്രിൻസിപ്പാളും ഗണിതശാസ്ത്ര വിഭാഗം മേധാവിയുമായ ശ്രീമതി ഡോക്ടർ കൊച്ചുത്രേസ്യാമ്മ ജോസഫ് ടീച്ചറിനെ ബഹുമാനങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷപദം അലങ്കരിക്കുന്ന അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ ശ്രീമതി ഡീന മിസിനെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വേദിയെയും സദസ്സിനെയും സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയിട്ടുള്ള എല്ലാ ഗുരുജനങ്ങളെയും ബഹുമാനങ്ങളോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അർഹതയ്ക്ക് അംഗീകാരം എന്നത് അത്യന്തം ആനന്ദകരവും അഭിമാനകരവുമാണ്, ഒപ്പം പ്രചോദനകരവും. ഇച്ഛാശക്തിയും കഠിനാധ്വാനവും കൊണ്ട് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഏവരെയും ഏറ്റവും അഭിമാനത്തോടെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അവരെ അതിന് പ്രാപ്തരാക്കിയ ബഹുമാന്യരായ അധ്യാപകർക്ക് അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ ആംഗലേയ സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ശ്രീമതി ജം മിസിനും അഭിനന്ദനങ്ങൾ. മിസിനെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ സദസ്സ് സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹപാഠികൾക്കും ഊഷ്മളമായ സ്വാഗതം. നന്ദി, നമസ്കാരം. Thank you. Now, I welcome our dearest Association President, Professor Dina Siskaria, for the Presidential Address. Respected Chief Guest, Dr. Renny P. Verghese, Head of the Department, Professor Kochuresiamma Joseph, my colleagues, and our dear students.
As you all know, 2019-20 is the Ruby Jubilee of our department. As part of that, we have conducted a lot of programs and are still conducting. Although the inauguration of the Mathematics Association got delayed in the current academic year, we could proudly organize 4 webinar series within this time. In addition to that, we could conduct an excellent intercollegiate paper presentation and a quiz competition. So I feel very proud to be here in the platform today. It is a matter of pride for all of us that our department is heading on the right path of success. 2020 University 10th rank was backed by our department. Every year, we organize Max Fest, giving much importance to curricular and co-curricular activities. It is a hard fact that we are not able to assemble in the college for our programs due to COVID protocol, but still we tide over this difficulty by making use of online platforms for our programs and functions in the department. Today, we have here Dr. Reni P. Verghese, Associate Professor and Head, Department of Mathematics, Catholicate College, Pathanamthitta, to inaugurate our Mathematics Association and for the inaugural talk. Indeed, we are very lucky to have him here. Hope we can make wonders in our future programs too. Thank you all. Thank you, Miss. Let me introduce our chief guest, Dr. Reni P. Verghese. He is the Associate Professor and HOD of Mathematics at Catholicate College, Pathanamthitta. He did his PhD on the topic Studies in Algebraic Graph Theory, Spectrum of Graphs and Application. He owns 10 publications and also he is a coordinator of IGNOU, Catholicate College, Pathanamthitta. He is a member of Board of Studies in PG section of NG University, Academic Council member of Autonomous Colleges in MG University, and also was a student member in MG University from 2010 to 2015. He has presented papers in countries like Malaysia, Philippines, Vietnam, and Taiwan. I welcome you, sir, for the inauguration of Mathematics Association and also for the inaugural address. Thank you. Respected head of the department, Professor Kochiresiama Joseph, Rani teacher എന്ന് വിളിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഇന്ദുലാൽ സാർ, പ്രിയപ്പെട്ട അധ്യാപക ശ്രേഷ്ഠരെ, ഇന്ന് ആദരിക്കപ്പെടുന്ന മഹത് വ്യക്തികളെ, എന്നെ കേൾക്കുന്ന സെന്റ് അലോഷ്യസ് കോളേജിലെ മാത്തമാറ്റിക്സ് കുടുംബാംഗങ്ങളെ, നമസ്കാരം. നിങ്ങളുടെ കോളേജുമായിട്ട് വർഷങ്ങളുടെ പരിചയമുണ്ട്. പലതവണ നിങ്ങളുടെ കോളേജിൽ ഞാൻ വന്നിട്ടുണ്ട്. അവിടുത്തെ MSc-യുടെ വൈവ സംബന്ധിക്കുന്നതായിട്ട് പലതവണ കോളേജ് സന്ദർശിച്ചു. അതുപോലെ MG യൂണിവേഴ്സിറ്റി ഇലക്ഷനിൽ, സെനറ്റ് ഇലക്ഷനിൽ ഞാൻ മത്സരാർത്ഥിയായിരുന്ന സമയത്ത് നിങ്ങളുടെ അധ്യാപകരെ, ഇവിടെ ഉള്ള അധ്യാപകരുടെ വോട്ടിലാണ് ഞാൻ ജയിച്ചത്. അങ്ങനെ ഒരു വലിയ സന്തോഷം, ഒരു വലിയ സ്നേഹം ഈ കോളേജുമായിട്ട് എനിക്കുണ്ട്. വേറൊരു ബന്ധം, ഈ കോളേജ് നിൽക്കുന്ന പ്രദേശത്താണ് എൻ്റെ ഭാര്യ വീട്. അപ്പൊ അങ്ങനെയും ഇടത്തുവായുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഇന്ദുലാൽ സാറും ഞാനും കൂടെ വർഷങ്ങളുടെ പരിചയമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചവരാണ്. അതുപോലെ മേരി ടീച്ചർ, ജോജി സാറ്, ഡീന ടീച്ചർ, ജിജോ സാറ്, ജസ്ന, ജുബിൻ ആന്റണി സാറ്, എമിലി ടീച്ചർ, ഇവരെല്ലാം എനിക്ക് പരിചയമാണ്. ഇവരുമായിട്ടെല്ലാം ഒരു നല്ല കോർഡിനേഷൻ ഉള്ള ആണ്. നല്ല അധ്യാപകരാണ്.
ഇത്രയും അധ്യാപകരെ നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടിയതിൽ നിങ്ങൾ സത്യത്തിലെ ഭാഗ്യവാന്മാർ. ഞങ്ങളുടെ കോളേജിൽ ഇതുപോലെ തന്നെ സ്ട്രെങ്ത് ഉണ്ട്, പക്ഷെ അധ്യാപകരുടെ എണ്ണം വളരെ കുറവാണ്. പുതിയ ഒരു നിയമം അനുസരിച്ച് അധ്യാപകരെ പുതുതായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അധ്യാപകരുടെ എണ്ണം നോക്കുന്നുണ്ടെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കോളേജാണ് ഇടത്തുവ സെന്റ് അലോഷ്യസ് കോളേജ്. ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ഈ വർഷം ചെയ്തു. ഞാൻ പല സെമിനാറും ഇവിടുത്തെ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു കുട്ടി തന്നെയാണ് റെഡ് ക്വസ്റ്റ്യൻ കോമ്പറ്റീഷനിൽ 2ാം സമ്മാനം ലഭിച്ചു. ഡാമി എന്ന് പറയുന്ന ഞങ്ങളുടെ MSCയിലെ ഒരു കുട്ടിയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും ആദ്യമേ നേരുക. നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടം COVID-19 എന്ന മഹാരോഗത്താൽ നാം എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം കഴിയും തോറും രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഇതെന്ന് തീരുമെന്നോ എപ്പോൾ തീരുമെന്നോ നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു സന്ദർഭം. എന്ന് കോളേജുകൾ തുറക്കും സാധിക്കും എന്നും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. UGC നവംബറിൽ തുറക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എങ്ങനെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യണം എന്നറിയാൻ ഞങ്ങൾ അധ്യാപകരെ വളരെ വിഷമിക്കുക. ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഈ ഒരു സെമിനാർ പോലും അല്ലെങ്കിൽ ഈ ഒരു അസോസിയേഷൻ ഉദ്ഘാടനം പോലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രയാസം. എന്നാലും കുട്ടികൾ ഇപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അധ്യാപകരും ആ നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചോക്കും ഡസ്റ്ററും പെന്നും ബ്ലാക്ക് ബോർഡും ഇല്ലാത്ത ഒരു ലോകം മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അത് എത്രയും പെട്ടെന്ന് നമുക്ക് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ കോവിഡ് കാലത്ത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സമയം കൂടുതൽ ലഭിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ പുറത്തൊന്നും അധികം ഇറങ്ങുന്നില്ല. നമുക്ക് 24 hours നമ്മുടെ വീടുകളിൽ തന്നെയാണ് നമ്മൾ കഴിയുന്നത്. ക്ലാസ്സുകൾ വരുന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഫോർനൂൺ ക്ലാസ്സുകൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ആഫ്റ്റർനൂണും ബാക്കി സമയങ്ങൾ മുഴുവൻ നമുക്ക് ഫ്രീ ആണ്. ഈ സമയം നിങ്ങൾ നിങ്ങളുടെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് കോകരിക്കുലർ ആക്ടിവിറ്റീസ്, ബുക്കുകൾ വായിക്കാനുള്ളത്, ലൈബ്രറികൾ റെഫർ ചെയ്യാൻ. ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ലൈബ്രറികൾ റെഫർ ചെയ്യാൻ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓൺലൈനിൽ കൂടെ എല്ലാ ബുക്കുകളും അൺഅവൈലബിൾ ആയിട്ട് നമ്മളുടെ ലൈബ്രറികളിൽ അവൈലബിൾ ആയിട്ടില്ലാത്ത പല ബുക്കുകളും ഓൺലൈനിൽ നമുക്ക് ലഭിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വായിക്കണം. മാത്തമാറ്റിക്സിനോടും അതുപോലെ ഭാഷയോടും ഒരു സ്നേഹം വേണം. പ്രിയ ഇന്ദുലാൽ സാറിനെ എനിക്ക് വളരെ ബഹുമാനമാണ്. ഞാൻ ഒരുമിച്ച് പഠിച്ചാണെങ്കിൽ. കാരണം സാറ് ഒരു കേരളത്തിലെ അല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹത്തിന്റെ ക്രെഡിറ്റുള്ള പേപ്പറുകൾ അതിന്റെ സൈറ്റേഷനും വളരെയധികമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത്രയും സൈറ്റേഷനുള്ള അധ്യാപകർ തീരെ കുറവാണ്. പക്ഷെ അദ്ദേഹം മാത്സിനേക്കാളും കൂടുതൽ മലയാളത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മലയാളത്തിൽ കവിതകൾ എഴുതുന്നു, ലേഖനങ്ങൾ എഴുതുന്നു, ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു മനസ്ഥിതിയിലേക്ക് നിങ്ങളും പോകും. നമുക്ക് മാത്തമാറ്റിക്സ് മാത്രമല്ല നമ്മുടെ ലോകം എന്ന് പറയുന്നത്. മറ്റു ബുക്കുകൾ വായിക്കണം, പീരിയോഡിക്കൽസ് വായിക്കണം, പത്രം വായിക്കണം. ഇങ്ങനെയാണ് നമ്മൾ അറിവുകൾ ലഭിക്കുന്നത്. മാത്തമാറ്റിക്സുകൾ കൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്കെല്ലാം വേണം. അതിനകത്ത് നമ്മളുടെ മെയിൻ എയിം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. ഞാൻ സബ്ജക്റ്റിനെ കുറിച്ച് കാര്യമായിട്ട് പറയുന്നില്ല, കാരണം നമുക്കിനിയും ഒരു ക്ലാസ് സബ്ജക്റ്റിനായിട്ട് വരുന്നുണ്ട്. ചെറിയൊരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം ഇവിടെ നിർത്താം. കാരണം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒത്തിരി സമയം ഉപയോഗിക്കാൻ സാധിക്കില്ല. മൊബൈൽ ഡാറ്റയൊക്കെ നിങ്ങൾക്കും എല്ലാവർക്കും അത്യാവശ്യത്തിനെ കാണുകയുള്ളൂ. ഗ്രീക്കിലെ ഒരു ഒരു വ്യക്തി, ഒരു ശില്പി, അദ്ദേഹം ഒരിക്കൽ ഒരു വ്യത്യസ്തമായ ഒരു പ്രതിമയുണ്ടാക്കി. അന്നത്തെ രാജാവിനെ ഈ വ്യത്യസ്തമായ പ്രതിമ കാണിച്ചു. വളരെ വിരൂപമായ ഒരു പ്രതിമ ഓടുന്ന ഒരു മനുഷ്യന്റെ രൂപമാണ്. ഓടുന്ന മനുഷ്യന്റെ കാലുകൾ പുറകിലോട്ടല്ല, മുന്നോട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ സാധാരണ ഓടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം മുടി പുറകോട്ടാണ് പോകുന്നത്. പക്ഷെ ഈ പ്രതിമയുടെ മുടി മുൻപോട്ടാണ് ഇരിക്കുന്നത്. ചിറകുകൾ 2 സൈഡിലേക്കും ഉണ്ട്.
അങ്ങനെ ഒരു വിചിത്രമായ പ്രതിഭ നമ്മൾ ലോകത്തിൽ ഇങ്ങനെ ഒരു പ്രതിഭ കണ്ടിട്ടില്ല. കാരണം ഓടുന്ന കാര്യങ്ങൾ മുൻപോട്ടാണ്. തലമുടി ഒരിക്കലും ഓടുന്ന ഒരു മനുഷ്യന്റെ തലമുടി ഒരിക്കലും മുന്നോട്ട് പോകുന്നില്ല, അത് പുറകിലോട്ടേ പോകാൻ സാധ്യതയുള്ളൂ. ചിറകുകളും അതിനനുസരിച്ച് വേണം, പക്ഷെ ചിറകുകളും പുറകിലോട്ട് വരുന്നില്ല. ഇങ്ങനെ ഒരു വിരൂപമായ ഒരു ശില്പം അദ്ദേഹമുണ്ട്. അദ്ദേഹം രാജാവിന് സമ്മാനിക്കുക. ഇപ്പൊ രാജാവ് ഇദ്ദേഹം കണ്ടിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇത് കൊള്ളാമല്ലോ, ഇത്ര മോശമായ ഒരു പ്രതിമ നിങ്ങൾ എന്തിനു വേണ്ടി ഉണ്ടാക്കി? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇത് മഹാരാജാവ്, ഇത് ഒരു സുവർണ കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ സുവർണാവസരത്തിന്റെ ഒരു പ്രതിമയാണ്. അപ്പൊ എല്ലാവരും അതിശയിച്ചു, ഇതെന്താണ് സുവർണാവസരത്തിന്റെ പ്രതിമയാണ്? അദ്ദേഹം പറഞ്ഞു, ഇതൊരു സാങ്കല്പിക പ്രതിമയാണ്. സുവർണാവസരം ഇങ്ങനെയാണ് വരുന്നത്. കാരണം സുവർണാവസരം വരുന്നുടനെ നമുക്ക് കാണാൻ സാധിക്കും നമ്മളിലേക്ക് വരുന്നു എന്ന്. നമുക്ക് അടുത്തെത്തുമ്പോൾ നമുക്കതിനെ വേണമെങ്കിൽ പിടിച്ചു നിർത്താം, അതിന്റെ തലമുടിയെ വേണമെങ്കിൽ പിടിച്ചാൽ അത് അവിടെ നിൽക്കും, അല്ലെങ്കിൽ കാലെ പിടിച്ചാൽ അവിടെ നിൽക്കും. പക്ഷെ ഇത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കതിനെ പിടികിട്ടാൻ സാധിക്കും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ഈ ശില്പി പറയുന്നുണ്ട്. എന്റെ മുടി മുന്നോട്ടിരിക്കുന്നതുകൊണ്ട് പുറകിലേക്ക് മുടികളൊന്നുമില്ല, അപ്പോൾ പുറകിൽ പിടിച്ചു നിർത്താൻ യാതൊരു മാർഗവുമില്ല. കാലുകളും മുൻപോട്ടാണ് ഇരിക്കുന്നത്, കാലെ പിടിച്ചു നിർത്താനും സാധിക്കുന്നില്ല. ചിറകുകളും പുറകിലോട്ടില്ല, അപ്പൊ ചിറകിലും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഈ സുവർണാവസരം നമ്മളുടെ അടുത്ത് വരുമ്പോൾ പിടിച്ചു നിർത്താനുള്ള ഏക മാർഗം അതിന്റെ മുൻവശത്ത് തന്നെ നിന്ന് അതിന്റെ തലമുടിക്ക് പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ അതിന്റെ കാലിൽ പിടിച്ചു നിർത്തുക. അത് സാധിക്കുന്നില്ല എങ്കിൽ വീണ്ടും സുവർണാവസരം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും, നമുക്ക് വീണ്ടും അതിനെ പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് വരുന്ന കാര്യങ്ങൾ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കണം. സുവർണാവസരങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും, പക്ഷേ അത് പിടിച്ചു നിർത്തി നമ്മുടെ വെറുതിയിലാക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കഴിവാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് നമ്മളെ 2-3 പേരെ, കുറെ കുട്ടികളെയും അധ്യാപകരെയും ആദരിക്കുന്നുണ്ട്. എനിക്കൊരു വളരെ സന്തോഷം തോന്നിയത്, നിങ്ങളുടെ കോളേജില് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചറാണ് ഡോക്ടർ ജംചെറിയ എന്ന് പറയുന്നത്. ഇന്നലെ സാർ എന്നോട് പറഞ്ഞത്, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചറിനെ അഭിനന്ദിക്കാന് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിനെ കാണിച്ച ഒരു നല്ല കാര്യം നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പ്രത്യേക ടീച്ചറിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ ചെറിയ പ്രായത്തിൽ ടീച്ചറിന്റെ ഫോട്ടോ ഞാൻ കണ്ടു. ഫോട്ടോ കണ്ടിട്ട് ചെറുപ്പക്കാരിയാണെന്ന് തോന്നുന്നു. ചെറുപ്രായത്തിൽ തന്നെ ഡോക്ടറേറ്റ് ലഭിച്ചു. ടീച്ചറിന് പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുക. അതുപോലെ നമ്മുടെ BSc റിസൾട്ട് വന്നതിൽ അഭിനന്ദനാർഹമായ നേട്ടം ഡിപ്പാർട്ട്മെന്റിനും കോളേജിനും അഭിനന്ദനം അർപ്പിക്കുന്ന ഭവിത ലക്ഷ്മി 10th റാങ്ക് കിട്ടി. റാങ്ക് ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് യൂണിവേഴ്സിറ്റി 10 പൊസിഷൻ വരെ നൽകുന്നുണ്ട്. അതിനകത്ത് 10 പൊസിഷനിൽ എത്തുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. ഭവിതയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഭവിത MScക്ക് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഇത് തന്നെ വീണ്ടും ഉന്നത ശ്രേണിയിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുക. അതേപോലെ S ഗ്രേഡ് കിട്ടിയ ടിനു വീട്ടോ, അതുപോലെ A+ ഗ്രേഡ് കിട്ടിയ ക്ലെയർ മേരി, ഗൗരി മോഹൻ, മറിയ വർഗീസ്, ഐശ്വര്യ ജോസഫ്, സരിക MS, ഇവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് PGക്ക് പോകണം, പോയിട്ട് ഇതിനേക്കാളും ഉയർന്ന മാർക്കുകളും റാങ്കുകളും നിങ്ങൾ കൈവരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാകട്ടെ. ഇത് സംഘടിപ്പിച്ച അധ്യാപകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പിന്നെ എന്നെയും ഇതിലേക്ക് ക്ഷണിച്ച നിങ്ങളോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ മീറ്റിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വർഷത്തെ അസോസിയേഷൻ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അസോസിയേഷൻ 2020-21 വർഷത്തെ അസോസിയേഷന് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. Thank you, sir. Now, I welcome our beloved Vice Principal and HOD, Professor Kochuresiama Joseph, for the felicitation. ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷ മാത്തമാറ്റിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ ഡീന സീസ്കറിയ, ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജ് ഗണിതശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ റെനി പി വർഗീസ്, ഡോക്ടർ ജെം ചെറിയാൻ,
എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകരെ, ഡിപ്പാർട്ട്മെന്റ് അഭിമാനമായി മാറിയ പ്രിയ വിദ്യാർത്ഥികളെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, വളരെയേറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. 2019-2020 അധ്യയന വർഷം ഡിപ്പാർട്ട്മെന്റിന്റെ റൂബി ജൂബിലിയും അതോടൊപ്പം PG ഡിപ്പാർട്ട്മെന്റ് ആയതിന്റെ സിൽവർ ജൂബിലിയും ഒരുപോലെ ആഘോഷിച്ച വർഷമാണ്. ആ ആഘോഷങ്ങൾക്ക് കുറച്ചുകൂടി മികവേകാൻ ഞങ്ങളുടെ ഈ വിദ്യാർത്ഥികൾക്ക് സാധിച്ചത് ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരു വലിയ ദാനമായി ഞങ്ങൾ കരുതുന്നു. ഭവിതാലക്ഷ്മി ആർ, ടിനു വി ടോം, ക്ലെയർ മേരി യൊവാക്കിം, മരിയ വർഗീസ്, ഐശ്വര്യ ജോസഫ്, സരിക MS, ഗൗരി മോഹൻ എന്നിവരാണ് ആ വിദ്യാർത്ഥികൾ. ഇതിലെ ഭവിതാലക്ഷ്മി യൂണിവേഴ്സിറ്റി 10th റാങ്കും ടിനു S ഗ്രേഡും ബാക്കിയുള്ളവർ A+ ഗ്രേഡും നേടുകയുണ്ടായി. ഫസ്റ്റ് സെമസ്റ്റർ മുതൽ ഞങ്ങൾ നല്ല മാർക്ക് പ്രതീക്ഷിച്ചിരുന്ന വിദ്യാർത്ഥികളാണിവർ. കോവിഡ് എന്ന മഹാമാരി കാരണം പരീക്ഷകൾ അകാരണമായി നീണ്ടുപോയില്ലായിരുന്നുവെങ്കിൽ അല്പം കൂടി ഉയർന്ന മാർക്കുകൾ ഇവരും ഇവരോടൊപ്പം കുറച്ച് വിദ്യാർത്ഥികളുടെ നേടുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് നേടിത്തന്ന ഈ നേട്ടങ്ങൾ മൂലം ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുകയും എല്ലാവിധ അനുമോദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. ഇനി മുൻപോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ജെം ചെറിയാൻ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു മികച്ച അധ്യാപിക, BSc ഫിസിക്സ് എടുത്ത യൂണിവേഴ്സിറ്റി റാങ്ക് കരസ്ഥമാക്കിയ അധ്യാപിക. സ്വാഭാവികമായും MSc ഫിസിക്സിന് പോകേണ്ട ജെമ്മിസ് തന്റെ ഇഷ്ട വിഷയമായ ഇംഗ്ലീഷ് തെരഞ്ഞെടുക്കുകയും അതിൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ തന്റെ മനസ്സിലുള്ള ആഗ്രഹത്തിന്റെ പൂർത്തീകരണം എന്ന നിലയിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhDയും കരസ്ഥമാക്കിയിരിക്കുന്നു. ഇങ്ങനെ ഒരു അധ്യാപികയെ നമ്മുടെ കോളേജിൽ കിട്ടിയതിൽ നമുക്ക് അഭിമാനിക്കാം. കുട്ടികൾക്ക് മാതൃകയാക്കാൻ പറ്റിയ അധ്യാപിക. കഠിനാധ്വാനം ഉണ്ടെങ്കിൽ ഏതിനെയും നമുക്ക് കീഴടക്കാം എന്ന് തന്റെ ജീവിതത്തിലൂടെ നമ്മെ കാണിച്ചു തന്ന കുട്ടികളുടെ ഇഷ്ട അധ്യാപിക. ഈ നേട്ടത്തിൽ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും ജെമ്മിസിനെ അറിയിച്ചുകൊള്ളുന്നു. അല്ലയോ പ്രിയ വിദ്യാർത്ഥി, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മുൻപോട്ടുള്ള പ്രയാണത്തിൽ നല്ല നല്ല നേട്ടങ്ങൾ നേടി അത് പഠനത്തിലായാലും സ്പോർട്സിലായാലും കലാപരമായ കാര്യങ്ങളിലായാലും കൊണ്ടുവരേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. വരും കാലയളവിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൂടുതൽ പ്രതിഭകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുകയും അതിനുവേണ്ട അനുഗ്രഹം ജഗദീശ്വരൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഈ അധ്യയന വർഷത്തെ അസോസിയേഷൻ പ്രവർത്തനങ്ങൾ പല വെബിനാറുകൾ നടത്തിയും ഇന്റർ കോളേജിയേറ്റ് മത്സരങ്ങൾ സംഘടിപ്പിച്ചും മുൻപോട്ട് പോയി തുടങ്ങിയെങ്കിലും അസോസിയേഷന്റെ ഔദ്യോഗികപരമായ ഒരു ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചത് ഇന്നാണ്. അതിന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉത്തമ സുഹൃത്തായ റെനി സാറിനെ ലഭിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനിയുമുള്ള നമ്മുടെ അസോസിയേഷൻ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി മുൻപോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കോവിഡ് എന്ന മഹാമാരി മാറി കളിയും ചിരിയും സന്തോഷവും പഠനവുമൊക്കെയായി ശബ്ദമുഖരിതമായ കലാലയ അന്തരീക്ഷങ്ങൾ ഉടനെ തന്നെ ഉണ്ടാകും എന്ന പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകളെ മൗനത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, Miss. I invite Miss Bhavithalakshmi R, MG University 10th rank holder for the reply speech. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു കോവിഡ് സാഹചര്യത്തിലും നമ്മുടെ അസോസിയേഷൻ ഇനോഗ്രേഷൻ ഇത്ര ഭംഗിയായി നടത്തിയതിലും ഞങ്ങൾ 7 പേർക്കും ആശംസകൾ അറിയിച്ചതിനും ആദ്യം തന്നെ ചീഫ് ഗസ്റ്റ് റെന്നി സാറിനോട് നന്ദി പറയുന്നു. പിന്നീട് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ടീച്ചേഴ്സിനോടും പ്രത്യേകിച്ച് HOD റാണി മിസ്സിനോടും ഡീന മിസ്സിനോടും മറ്റ് അസോസിയേഷൻ ഭാരവാഹികളോടും ഞങ്ങൾ 7 പേരുടെയും പേരിലുള്ള നന്ദി പിന്നീട് അറിയിക്കുകയാണ്. പിന്നെ ജൂനിയേഴ്സിനോട് ഒരു കാര്യം, ഈ വർഷം ഒരു റാങ്കേ ഉള്ളെങ്കിൽ അടുത്ത വർഷം ഫസ്റ്റ് റാങ്ക് മുതൽ ഒരുപാട് റാങ്ക് അച്ചീവ് ചെയ്യാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് സാധിക്കട്ടെ. അതിന് എല്ലാ വിഷസ് ഇപ്പോഴേ അറിയിക്കുന്നു. താങ്ക് യു വൺസ് അഗെയിൻ. Thank you. Now, let us listen to the talk on mathematics in real life. I invite Dr. Reni P. Varghese for the same.
പ്രിയപ്പെട്ട head of the department and vice principal of St. Aloysius College, Professor Pochitare Joseph, meeting in the Adyasha Professor Dina Siskaria, Priyadhyavare. നമ്മുടെ ഇന്നത്തെ ഒരു യഥാർത്ഥത്തിൽ ഒരു ക്ലാസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കുറെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നത് മാത്രമാണ്. കാരണം ഒരു ക്ലാസിന്റെ സാഹചര്യമല്ല, ചെറിയ ക്ലാസ് തൊട്ട് ഉയർന്ന ക്ലാസ് വരെയുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ഇരിക്കുന്ന ഒരു സദസ്സാണ്. സെക്കൻഡ് ഡി സിയിലെ കുട്ടികളുണ്ട്, തേർഡ് ഡി സി ഉണ്ട്, സെക്കൻഡ് MSc കുട്ടികളുണ്ട്. അപ്പോൾ ഒരു ഗഹനമായ ഒരു വിഷയത്തിലേക്ക് പോകണോ വേണ്ട എന്ന് ഞാൻ ഇന്ദിരാജ് സാറിനോട് ചോദിച്ചു. അപ്പൊ സാറിന്റെ അഭിപ്രായത്തില് ജനറലായിട്ട് കുറെ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മാത്തമാറ്റിക്സ്, നിങ്ങളോട് ഒരു ചോദ്യം, മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെട്ടിട്ടാണോ നിങ്ങൾ മാത്തമാറ്റിക്സ് എടുത്തത്? നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ എസോ നോയോ അത്രയും മാത്രം ഒന്ന് അയച്ചാൽ മതി. നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ യെസോ നോയോ, ഞാൻ കുറെ യെസുകൾ കാണുന്നുണ്ട്. സത്യം പറഞ്ഞോ കേട്ടോ, നോ പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഓക്കെ, വന്നിരിക്കുന്ന മുഴുവൻ യെസാണ്. അപ്പൊ മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നിങ്ങൾ മാത്തമാറ്റിക്സ് എടുത്തത്. പക്ഷെ ഞങ്ങളുടെ കോളേജിൽ മാത്സ് പഠിക്കുന്ന എല്ലാവരും മാത്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തതല്ല, അല്ലാത്ത ആൾക്കാരും ഉണ്ട് കൂട്ടത്തില്ല. കാരണം അവര് മാത്തമാറ്റിക്സ് ഇഷ്ടമാണ് എങ്കിൽ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് അതിനോട് ഒരു ദേഷ്യം തോന്നുന്ന കുട്ടികളുമുണ്ട്. മാത്തമാറ്റിക്സ് ഒരു മൂർഖന്റെ സ്വഭാവമാണ്. എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് തിരിഞ്ഞു പോകും. പിന്നെ നെല്ലിക്ക പോലെയാണ്. നെല്ലിക്കയുടെ പ്രശ്നം എന്താണ്? ആദ്യം ഇച്ചിരി കഴിക്കും, പിന്നെ അത് കഴിയുമ്പോൾ തന്നെ നല്ല മധുരമായിരിക്കും. അതാണ്. അപ്പൊ ഇവിടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് വന്നേക്കുന്നത്. നല്ല കോളേജാണ്. നമ്മുടെ റാണി ടീച്ചറിന്റെ ഒക്കെ ഇന്ദിരാജ് സാറിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള കോളേജാണ്. അപ്പം എല്ലാവരും മാത്തമാറ്റിക്സിനെ ഇഷ്ടപ്പെട്ട് വരുന്നവരാണ്. അങ്ങനെയാണ് വരേണ്ടത്. മാത്തമാറ്റിക്സിനെ ഇഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. എന്നാലും ഞാനും കോളേജിലൊക്കെ പഠിക്കുന്നുണ്ട്. എനിക്കൊരു ചോദ്യമുണ്ട്. ഇത് എവിടെ ഇത് മാത്തമാറ്റിക്സ് നമ്മൾ പഠിക്കുന്നതൊക്കെ ഇന്റഗ്രേഷൻ പഠിക്കുന്നു, ഡിഫറൻസിയേഷൻ പഠിക്കുന്നു, റിയൽ അനാലിസിസ് പഠിക്കുന്നു, കോംപ്ലക്സ് അനാലിസിസ് പഠിക്കുന്നു, ഫങ്ഷൻ അനാലിസിസ് പഠിക്കുന്നു. ഇതൊക്കെ എവിടെ അപ്ലൈ ചെയ്യുന്നു? ഇത് വെറുതെ ഇത് പഠിച്ചുകൊണ്ടുന്ന കാര്യം. എനിക്കൊരു ജോലി ഒരു LD ക്ലർക്കായിട്ട് കിട്ടുന്നു, ഞാനിത് എവിടെ കൊണ്ടുപോയി ഇത് ഉപയോഗിക്കുന്നു? ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ ചോദിച്ചായിരുന്നു, ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങളോടും ചോദിക്കുക. നിങ്ങൾ വെറുതെ ചാറ്റ് ബോക്സിൽ ഒന്ന് എഴുതിക്കുന്നു, ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഞാൻ ആൻസർ ഒന്നും പറയത്തില്ല കേട്ടോ. ആൻസറൊക്കെ നിങ്ങളുടെ പ്രഗത്ഭരായ അധ്യാപകരുണ്ട്, അവരോട് ചോദിച്ച് മനസ്സിലാക്കിയത്. ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കൽ കോളേജിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കിട്ടിയ ഒരു ആൻസർ അത് എനിക്ക് വളരെ രസകരമായി തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഞാൻ പലരുടെയും മനസ്സിലിരിക്കുന്നതാണ്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കൂടിക്കൂടി വരികയാണ്, ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ശരി, ഇന്റഗ്രൽ ഓഫ് x² എന്ന് പറഞ്ഞാൽ x³ ആണ് അല്ലെ? അതേസമയം ഡിഫറൻഷ്യൽ ഓഫ് x³ എന്ന് പറഞ്ഞാൽ 3x². ഒന്ന് x³ ആണ്, മറ്റേത് x² ആണ്. അപ്പൊ തീർച്ചയായിട്ടും x³ അല്ലേ വലുത് ഇല്ലേ? അപ്പൊ അങ്ങനെ കൂടിക്കൂടി വരുന്നതാണ് ഇന്റഗ്രേഷൻ, കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് ഡിഫറൻസിയേഷൻ. എനിക്കൊരു ആൻസർ കിട്ടി. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ ഒരു നെഗറ്റീവ്, എന്നൊരു നെഗറ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ നമ്മൾ ഈ പറയുന്നതൊക്കെ തെറ്റിപ്പോകും. അപ്പൊ ഇങ്ങനെ പല ആൻസറുകളും നമുക്ക് ലഭിക്കും. ഈ ആൻസറുകൾ പലതും വരണം നമുക്ക്, എങ്കിലേ നമുക്ക് ഈ മാർക്സ് മനസ്സിലാവും. ഇപ്പൊ എല്ലാ ആൻസറും ശരിയാവണമെന്നില്ല. ആ കുട്ടി ഇന്റഗ്രേഷൻ കൂടി വരുന്നു, ഡിഫറൻസിയേഷൻ കുറഞ്ഞു വരുന്നു, അതിന്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, എന്തുകൊണ്ടാണ് അത് കൂടി വരുന്നത്, എന്തുകൊണ്ടാണ് കുറഞ്ഞു വരുന്നത്. ആ തെറ്റ് എന്താണെന്ന് കുട്ടിക്ക് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കും. അപ്പോഴാണ് ഇതല്ലല്ലോ, വേറെ ചില കാര്യങ്ങൾ ഇതിനുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം ഇതിന്റെ ആൻസർ ഞാനിപ്പോ പറയുന്നില്ല. ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ നമ്മൾ +2 തൊട്ടേ പഠിക്കുന്നത്.
അപ്പൊ ഈ ടോക്കിൽ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് മാത്സില് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നത്, ഒന്ന് രണ്ട് സബ്ജക്റ്റുകൾ ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പല ആപ്ലിക്കേഷനുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ, നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ റിയൽ അനാലിസിസ് എവിടെ അപ്ലൈ ചെയ്യുന്നു? എന്തിനീ തിയറംസ് എല്ലാം പഠിക്കുന്നു? ടോപ്പോളജി തിയറത്തിന് വണ്ടേക്ക് തിയറമാണ്. എന്തിനു പഠിക്കുന്നു? ഇതുകൊണ്ട് വല്ല ആവശ്യമുണ്ടോ? നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. നിങ്ങളൊരു വീട് വെക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വീടുകളൊക്കെ വെച്ച് കാണും. നിങ്ങളുടെ കാലഘട്ടത്തിലോ നിങ്ങൾ വീട് വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്ത് എവിടെയെങ്കിലും ഒരു വീട് വെക്കുന്നത് ശ്രദ്ധിച്ചാണ്. ഇത് വീട് വെക്കുന്നതിന്റെ തുടക്കം കുറ്റിയടിക്കുക ചെയ്യുന്നത്, അല്ലേ? വീടിന്റെ തുടക്കം കുറ്റിയടിക്കുക എന്നാണ്. കുറ്റിയടിച്ച് കയറ് കെട്ടി വാനമെടുത്ത് കല്ലിട്ട് അങ്ങനെയാണ് മുകളിലോട്ട് നമ്മൾ ഒരു വീട് വെക്കുന്നത്. അവിടെ മാത്തമാറ്റിക്സ് ആണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ അതേസമയം അവിടെ നിൽക്കുന്ന മേശരിയോട് നിങ്ങൾ മാത്സ് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ചിലപ്പോൾ മോനെ ഇവിടെ നിൽക്കരുത്, മാറിപ്പോക്കോളാം എന്ന് പറയും. കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് മാത്തമാറ്റിക്സ്. പക്ഷെ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും മാത്തമാറ്റിക്സ് ആണ്. അവരറിയാതെ തന്നെ അവർ മാത്സ് യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കുറ്റി അടിക്കുന്ന ഉടനെ കുറ്റി അടിച്ച് കയറ് കെട്ടി വാനം തോടുക, അവിടെ അവരെ ആദ്യം അപ്ലൈ ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ആണ്. അവരറിയാതെ തന്നെ ഒരു മേശരിയോ അല്ലെങ്കിൽ ഒരു മെയ്ക്കാടോ അറിയാതെ തന്നെ അവർ മാത്തമാറ്റിക്സ് അവിടെ അപ്ലൈ ചെയ്യും. മാത്തമാറ്റിക്സിൽ ഏതാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ആ ചാറ്റ് ബോക്സിൽ ഒന്നിടാം. അറിയാവുന്ന ആരെങ്കിലും വെറുതെ ഇട്ടോ, തെറ്റാതിന് കുഴപ്പമൊന്നുമില്ലെന്നേ, ആരും കാണുന്നില്ലല്ലോ. ഒരു വീട് പണിയുന്നുണ്ടേ തുടക്കത്തില് കുറ്റി അടിച്ച് ഒരു ആൻസർ വന്നില്ല. നമ്മുടെ ഒരു മാത്തമാറ്റിക്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഹിന്റ് കൂടെ ഞാൻ പറയാം. അവിടെ മേശരിമാർ പറയുന്ന ഒരു 3 നമ്പറുണ്ട്, 3, 4, 5. ഇനിയെങ്കിലും ഒന്ന് പറയാം. ഓക്കെ, ട്രിഗണോമെട്രി. നമ്മുടെ ടീച്ചർ തന്നെ പറയുന്നത് ട്രിഗണോമെട്രി. ടീച്ചർ പറയണ്ട കേട്ടോ, അവര് പറയട്ടെ, സ്റ്റുഡൻസ് പറഞ്ഞോട്ടെ. ടീച്ചർ അല്ല, മോള. ആണോ? ഓക്കെ. മോള് പറഞ്ഞു ട്രിഗണോമെട്രി. കറക്റ്റ് ആണ്. ട്രിഗണോമെട്രിയിലെ എന്താണ് അവിടെ അപ്ലൈ ചെയ്യുന്നത് പറയാമോ? ട്രിഗണോമെട്രി കറക്റ്റ് ആണ്. ട്രിഗണോമെട്രി ആണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഏതെങ്കിലും മേശരിക്ക് അറിയാമോ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്? ഒരു മേശരിക്ക് അറിയത്തില്ല. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീട് വെച്ചു. അപ്പൊ വീട് വെച്ചോണ്ട് ഞാൻ മേശരിയോട് പറഞ്ഞു, അത് ചെയ്ത സമയത്ത് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ അയാളോട് ചോദിച്ചു, എന്തോ ഈ മാത്തമാറ്റിക്സ് ഇവിടെ ഉപയോഗിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോഴേക്ക് മനസ്സിലായി, ഓ ഇതായിരുന്നു ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് ചെയ്യുന്ന എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയർക്ക് ഇതെല്ലാം അറിയാം. ആൻസർ കിട്ടിയിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാനിങ്ങനെ വിശദീകരിച്ചുകൊണ്ട്. ഓക്കെ, ട്രിഗണോമെട്രിയിലെ പൈതഗോറസ് തിയറം അവിടെ അപ്ലൈ ചെയ്യുന്നത്. 3, 4, 5 3² + 4² = 5². ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? നമുക്ക് ഒരു വീടിന്റെ ഒരു റൂമാണ് ആദ്യം കന്നിമൂലയ്ക്കുന്നതാണ് നമ്മൾ പറയുന്നത്, അല്ലേ? കുറ്റി അടിക്കുന്നത് അവിടെ ആണ് വരുന്നത്. അപ്പൊ അവിടെ ഒരു ഭിത്തി വരണ്ടായോ? ഭിത്തി ഏത് രൂപത്തിലായിരിക്കണം ഇരിക്കണ്ടേ? 90 ഡിഗ്രി ആയിരിക്കണം. അത് തെറ്റിപ്പോയാൽ വീട് മുഴുവൻ തെറ്റിപ്പോയി കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഏത് മേശരിയും ഏത് എഞ്ചിനീയറും അവിടാണ് കറക്റ്റ് ആകുന്നത്. അത് കറക്റ്റ് ആക്കിയാൽ ആ വീടിന്റെ മുഴുവൻ സ്ട്രക്ചറും കറക്റ്റായി നടക്കും. അപ്പൊ ട്രിഗണോമെട്രി അവിടെ അപ്ലൈ ചെയ്ത് അവിടെ നമുക്കൊരു 90 ഡിഗ്രി വേണം. ഭിത്തി 90 ഡിഗ്രിയിലല്ലേ ഇരിക്കുന്നത്? 2 ഭിത്തികൾ ജോയിൻ ചെയ്തത് 90 ഡിഗ്രിയിലല്ലേ? അപ്പം ഈ ഭിത്തി കെട്ടണമെങ്കിൽ ഇയാൾ 3, 4, 5 അപ്ലൈ ചെയ്യുന്നത്. 3, 4, 5 എന്ന് പറയുന്നുണ്ടേ 3, 4, 5 എന്ന് പറയുന്നുണ്ടേ പൈതഗോറസ് തിയറം കണ്ടോ. നമ്മൾ അറിയാതെ തന്നെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഞാൻ എൻ്റെ ഒരു PPT ഒന്ന് ഷെയർ ചെയ്യുക. ടീച്ചറെ കാണാമോ? ഇല്ല.
കാണാം സാറേ, കാണാം. സ്ക്രീൻ അത് വലുതാക്കിയാൽ മതി. കാണാം സാറേ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു വന്നത്, വീട് പണിയുന്ന ഉടനെ നമ്മൾ തുടക്കത്തിൽ മാത്തമാറ്റിക്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അത് നമുക്ക് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഏതാണ് പൈതഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത്. അത് കഴിയുന്നുണ്ടാണ് വീടിന്റെ ബാക്കി സ്ട്രക്ചർ മുഴുവൻ മാത്തമാറ്റിക്സ് ആണ്. ബാക്കി സ്ട്രക്ചർ മുഴുവൻ മാത്തമാറ്റിക്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കി, നമുക്ക് മാത്തമാറ്റിക്സിലുള്ള ഡിഫറെന്റ് ഫീൽഡുകളാണ് ഞാൻ കാണിച്ചിരുന്നത്. അത് നിങ്ങൾ കേട്ടിട്ടുള്ള പല മാത്തമാറ്റിക്സിനെയും നമ്മൾ പല വിഭാഗമായിട്ട് തിരിക്കുക. അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഉണ്ട്, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, ഞാനും ഇന്ദിരാൽ സാറും എല്ലാം ചെയ്യുന്ന ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, ഗ്രാഫ് തിയറി, ഡീന ടീച്ചറും അത് തന്നെയാണ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഓഫ് മാത്തമാറ്റിക്സ്, സ്പേസ് ടെക്നോളജി, ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച്, സ്ട്രക്ചർ. ഇതിനകത്ത് ഞാൻ 2 ഫീൽഡ് നിങ്ങളുമായിട്ട് കുറെ ആപ്ലിക്കേഷൻ, നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ചേഞ്ച് വരുന്നത് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ഡിഫറൻഷ്യൽ ഇക്വേഷന്, ഇത് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ വേറൊരു ഫീൽഡിലൂടെ നമുക്ക് ഈ 2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇതിന്റെ ആപ്ലിക്കേഷൻ, നമ്മൾ പഠിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എവിടെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഈ ലോകത്തിൽ ഈ പറയുന്ന വെറുതെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ പഠിക്കുന്നു, ഈ പഠിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വളരെ മനസ്സിലിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മാത്തമാറ്റിക്സ് വെറുതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തോ ഇങ്ങനെ പഠിക്കുന്നു, എനിക്കൊരു ജോലി കിട്ടി, ഞാൻ ഇതെല്ലാം എടുത്ത് കളയുന്നു. പക്ഷെ ഒന്ന് ചിന്തിച്ചുകൊള്ളുക, നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് ഉപയോഗിക്കത്തില്ല. ചിലര് മാത്തമാറ്റിക്സ് ഹയർ ലെവലിൽ പഠിച്ചു, മാത്തമാറ്റിക്സ് ചിലപ്പോൾ ഉപയോഗിക്കുന്നില്ലായിരിക്കും, പക്ഷേ അത് ഉപയോഗിക്കുന്ന 100 കണക്കിന് ആൾക്കാർ. അതിലൊരാളാകട്ടെ നിങ്ങൾ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കൊക്കെ അറിയാവുന്ന, നമ്മൾ +2 ലെവലിൽ തൊട്ട് പഠിക്കുന്ന. അതിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? An equation, differential equation is an equation which consisting of differential coefficients. നമ്മൾ ഉപയോഗിക്കുന്ന dy/dx, d²y/dx², ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ. അപ്പോൾ നോക്കി, സാധാരണ ഇക്വേഷൻ ഈ ഇക്വേഷനുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. സോ ദിസ് ഈസ് കോൾഡ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ഇൻ an equation it contain 2 type of variables. ഏതൊക്കെയായിരിക്കും അത്? The dependent variable and the independent variable. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട് അല്ലേ? ഫസ്റ്റ് ടൈപ്പ് ഈസ് ദ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. മാത്തമാറ്റിക്സിൽ ഭയങ്കരമായിട്ട് റിസർച്ച് നടക്കുന്ന ഒരു ഫീൽഡാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് റിസർച്ചിന് പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് പോകാം. മിക്കവാറും ഞാൻ പോയ സെമിനാറിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇവിടുന്ന് വരുന്ന വിദ്യാർത്ഥികളെ കൂടുതലും ഡിഫറൻഷ്യൽ ഇക്വേഷനകത്താണ് റിസർച്ച് ചെയ്യുന്നത്. കാരണം എഞ്ചിനീയറിംഗുമായിട്ട് വളരെ ആപ്ലിക്കേഷൻ ലെവലുള്ളതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ പറഞ്ഞു 2 ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. വൺ ഈസ് ദ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് വൺ ഈസ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് 3rd ഡിസിക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. 2 ടൈപ്പ് നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ഓൾസോ ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇൻ ദ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദ നമ്പർ ഓഫ് ഏത് വേരിയബിൾസ് ആണ്? നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്, ഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ ഈസ് 1 and it has more than 1 independent variable. നേരെ പാർഷ്യൽ വരുന്നതാണ്, നേരെ തിരിച്ചു പോയി. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നു, ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒരു 4 ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞോളൂ. 4 ആപ്ലിക്കേഷൻ അല്ല, വളരെയധികം ആപ്ലിക്കേഷൻ ഉണ്ട്. ഇൻ ജോമെട്രി ഇറ്റ് ഹാസ് ആപ്ലിക്കേഷൻ, എഞ്ചിനീയറിംഗ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ള എഞ്ചിനീയറിംഗ്, എക്കണോമിക്സ്, അപ്ലൈഡ് സയൻസ്,
ഇതിനകത്തെല്ലാം നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ. No science has ever been born on a specific day. ഒരു കൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ ഒരു സയന്റിഫിക് തിയറി ഉണ്ടാകില്ല. ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നിരന്തരമായ പരീക്ഷണങ്ങളും നിരന്തരമായ റിസർച്ച് മൂലമാണ് ഒരു സയൻസോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റോ ഈ ലോകത്തിലുണ്ടാകും. ആദ്യം ഒരു സബ്ജക്റ്റ് ഉണ്ടായെങ്കിൽ തന്നെയും അതിനെ ഒരു ഉരുളൻ കല്ല്, ഒരു കല്ല് നദിയുടെ അടിയിൽ കൂടെ ഉരുണ്ട് അവസാനം വരുമ്പോഴത്തേക്കിന് അതെന്താകും? ഒരു നല്ല ഷേപ്പുള്ള ഒരു വെള്ളാരക്കല്ലായിട്ട് മാറുകയാണ്. അതുപോലെ സയൻസ് സബ്ജക്റ്റുകളും ഏത് സബ്ജക്റ്റ് ആയാലും, നമ്മൾ സയൻസിനെ കുറിച്ചാണ് പറഞ്ഞത്, സയൻസ് സബ്ജക്റ്റുകളും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാകുന്ന ഒന്നല്ല. നിരന്തരമായ പരീക്ഷണങ്ങൾ കൂടാണ് അതൊരു നല്ലൊരു സബ്ജക്റ്റായിട്ട് മാറും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് തന്നെ. Modern differential equation is the culmination of centuries worth improvements. And the main contribution of differential equation ഞാൻ പറയുന്നില്ല, calculus. Differential equation is Isaac Newton and G. Leibniz. Isaac Newton നമുക്കറിയാം, അദ്ദേഹത്തിനെ ഒരു ഫിസിസിസ്റ്റ് ആയിട്ടാണ് നമുക്ക് കണക്കാക്കിയത്. But he is a mathematician. ഏറ്റവും നല്ലൊരു ഫിസിക്സ് അധ്യാപകൻ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഫിസിസിസ്റ്റ് എന്ന് പറയുന്നത് മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. പ്രത്യേകത, ഐസക് ന്യൂട്ടൺ ആൻഡ് ലെബനിസ് യൂസ് ദിസ് തിയറി അറ്റ് ദ സെയിം ടൈം. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട്, ഐസക് ന്യൂട്ടണും ലെബനിസും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് വി ക്ലെയിം ഇൻഡിപെൻഡന്റ്ലി says that they invented the calculus around the same page. ഇപ്പൊ നമ്മൾ ഇൻവെന്റഡ് ഞാൻ പറഞ്ഞെങ്കിലും ഇതൊരു കണ്ടുപിടുത്തമൊന്നുമല്ല. മാത്തമാറ്റിക്സിന് കണ്ടുപിടുത്തമോ പേറ്റന്റോ ഇല്ല. അത് നമ്മൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഒരു ഫിസിക്സിൽ ഒരു തിയറി കണ്ടുപിടിച്ചാൽ അവർക്ക് പേറ്റന്റ് എടുക്കാം. കാരണം അത് അവർക്ക് അവകാശപ്പെട്ട, വേറെ ആർക്കും അത് പറ്റില്ല. തെങ്ങ് കയറുന്നതിന് ഉള്ള യന്ത്രം നമ്മൾ കേട്ടിട്ടുള്ള അല്ലേ? തെങ്ങ് കയറുന്ന യന്ത്രം ഇപ്പൊ എല്ലാ വീടുകളിലും എല്ലാ നാടുകളിലും ഉള്ളത്. അതിന് പേറ്റന്റ്. അതായത് എല്ലാവർക്കും അത് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതിനെ ഉണ്ടാക്കണമെങ്കിൽ ആ പേറ്റന്റ് എടുത്തവർക്ക് അല്ലെങ്കിൽ അവരുടെ അറിവോ സമൂഹവും കൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ. അതേസമയം മാത്തമാറ്റിക്സിന്റെ തിയറിയിലെ പേറ്റന്റ് എന്ന് പറയുന്നത്, അപ്പം നമ്മൾ സത്യത്തിലെ മാത്സുകാര് ഈ കാര്യത്തിൽ ഇച്ചിരി വിഷമിക്കേണ്ടി വരും. കാരണം നമുക്ക് ഒരു കാര്യത്തിൽ മാത്തമാറ്റിക്സ് തിയറിക്ക് പേറ്റന്റ് എടുക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇതൊക്കെ ലോകത്തിലുള്ളതാണ്, നമുക്ക് ഇൻവെന്റ് ചെയ്യാൻ എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെന്താണ്, നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇൻവെന്റ് എന്ന് എഴുതിയാലും അത് ഡെവലപ്പ് ചെയ്തെടുത്തത് ന്യൂട്ടണും ലെബനിസും. അവരുടെ ഫോട്ടോ രണ്ടുപേരുടെ, ന്യൂട്ടന്റെയും ലെബനിസിന്റെയും. ഇന്നത്തെ കാലത്ത് ഈ മുടി ഇങ്ങനെ വളർത്തുക എന്നുള്ള ഒരു ഭാഷാരിക്കാം. അതുകൊണ്ടാണ് അവര് ആ കാലഘട്ടത്തിലെ ഏത് ആൾക്കാരെ എടുത്താലും ഇതുപോലെ നല്ല നീണ്ട മുടിയുള്ള ആൾക്കാർ. അറ്റ് ദ സെയിം ടൈം പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യും. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ 2 തിയറികളാണ് വളരെ പ്രധാനമായിട്ടും ആ കാലത്തുണ്ടായിരുന്നത്. ഒന്ന് heat equation and one is the wave equation. അവിടെ ഒരു ഫോട്ടോ കാണുന്നില്ലേ, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ഫോട്ടോ ആണ്. ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ കമ്പി കണ്ടില്ലേ, നല്ല വലിച്ചു കെട്ടിയേക്കും. അപ്പൊ ഇതുപോലൊരു ഒരു നമ്മുടെ വീടുകളിലാണെങ്കിൽ വലിച്ചു കെട്ടിയേക്കുന്ന ഒരു കമ്പി നിങ്ങളുടെ മനസ്സിലൊന്ന് വന്നേ. give a small deflection on that. ചെറിയ ഒന്ന് അനക്കി വിട്ട കമ്പി എന്ത് സംഭവിക്കും? The string will deflect. And what is the shape of the deflection? It is nothing but a wave. ഒരിക്കലും ഒരു ട്രയാങ്കിൾ ഉണ്ടാകത്തില്ല. നമ്മള് ഒരു കമ്പി ഇങ്ങനെ നേരെ മുകളിലോട്ട് ഇങ്ങനെ വലിക്കുക, എന്നിട്ട് അങ്ങ് വിടുക. അപ്പം യഥാർത്ഥത്തിൽ അത് വരേണ്ടത് എങ്ങനെയാണ്? ട്രയാങ്കിൾ പോലെ തന്നെ വരണ്ടേ? വലിച്ചിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും അല്ലേ? തിരിച്ചു വരുന്നുണ്ടെങ്കിൽ താഴെ പോയൊരു ട്രയാങ്കിളാ വരേണ്ടത് അല്ലേ? ബട്ട് ഇറ്റ് ഈസ് a triangle is not obtained. We receive a deflection. ഒരു വേവ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ ഒരു തിയറി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. ഡെവലപ്പ് ചെയ്ത മാത്തമാറ്റീഷ്യൻസിന്റെ പേര് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടോ? J.R. D'Alembert,
ലിയോനാർഡ് വീലർ, ഡാനിയൽ ബെർണോളി, ലഗ്രാഞ്ച്. ഇവരെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ള മാത്രമേ. ഡി.എൽ.എംബേഴ്സിന്റെ ഫോട്ടോ ഇന്നടുത്ത് താഴെയുണ്ട്. ഈ വേവ് ഇക്വേഷനും ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് വല്ല ബന്ധമുണ്ട്, അല്ലെങ്കിൽ വേവ് ഇക്വേഷനിലെ വൈബ്രേറ്റിംഗ് സ്ട്രിങ്ങും ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് വല്ല ബന്ധമുണ്ട്. നമുക്കൊരു ഡിഫ്ലക്ഷൻ, ഒരു സ്ട്രിങ്ങിന്റെ ഡിഫ്ലക്ഷൻ ഒന്ന് എടുക്കാം ഇല്ലേ? അത് വേവിലല്ലേ പോകുന്നത്. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് ആ സ്ട്രിങ്ങിൽ നിങ്ങളൊരു മാർക്ക് ചെയ്യാം. ഒരു 7 സെന്റിമീറ്റർ അകലത്തിൽ ഒരു മാർക്ക് ഞാൻ ചെയ്തു വിചാരിച്ചോളൂ. സ്ട്രിങ് ഇങ്ങനെ നീട്ടി കെട്ടിയേക്കുക, ഡിഫ്ലക്ഷൻ ഒന്നുമില്ലാതെ നേരെ നിൽക്കുകയാണ്. വി ആർ മാർക്ക് അറ്റ് 7 സെന്റിമീറ്റർ ഫ്രം ദ ഒറിജിൻ ഓർ ഫ്രം 1 inch. After then we make a small deflection. After the deflection, the string will vibrate like waves. വരുന്നില്ലേ? ഞാൻ ഒരു t equal to 5 seconds. T equal to 5 seconds. What is the position of the string? ഞാൻ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്, ആ പോയിന്റ് എവിടെ നിൽക്കും? അന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായ ക്വസ്റ്റ്യൻ? മനസ്സിലായ? ഞാനൊരു സ്ട്രിങ് നീട്ടി വലിച്ചു കെട്ടിയേക്കുന്നു. ആ സ്ട്രിങ്ങിന്റെ ഒരു 7 സെന്റിമീറ്റർ മാറി ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ സ്ട്രിങ് ഡിഫ്ലക്ട് ചെയ്യും, വേവ്സ് ഉണ്ടാവും അല്ലേ? ആഫ്റ്റർ 3 seconds, 3 ആണ് ഫിക്സ് ചെയ്തത്. ആഫ്റ്റർ 3 seconds, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഡോട്ട്? ഒരിക്കലും ആ നമ്മളിപ്പം വെച്ചിരിക്കുന്ന സ്ഥലത്തായിരിക്കുന്നില്ല, ഒന്ന് മുകളിലോ താഴെയോ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ഇല്ലേ? അത് എവിടെ ആയിരിക്കും? ഇത് കണ്ടുപിടിക്കാൻ വല്ല മാർഗവും നമുക്കത് അളക്കാൻ പറ്റുമോ? കാരണം 3 സെക്കൻഡ് ആവുന്നതന്നെ അത് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുമോ? നിൽക്കില്ല അല്ലേ? കമ്പ്യൂട്ടർ ടെക്നോളജി ഒന്നും ആ സമയത്ത് ഇല്ലായിരുന്ന സമയം നമുക്കത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ബട്ട് വി ക്യാൻ ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ പോയിന്റ്സ് അറ്റ് എനി ടൈം, അറ്റ് എനി ഡിസ്റ്റൻസ്. ഫോർ ദാറ്റ് വി യൂസ് ആൻ ഇക്വേഷൻ വിച്ച് ഈസ് കോൾഡ് ദ വേവ് ഇക്വേഷൻ. വേവ് ഇക്വേഷൻ ഞാൻ പറയാം. ഇതാണ് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇത് 1 dimensional വേവ് ഇക്വേഷൻ. ഇത് നമുക്ക് 2 dimensional വേവ് ഇക്വേഷൻ ആക്കാം. അപ്പൊ എന്ത് കിട്ടും? ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു റൈറ്റ് സൈഡിൽ ഉണ്ടാക്കും ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ. ഇനി 3 dimensional വരുന്നുണ്ടോ? 3 dimensional വരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചേഞ്ച് ചെയ്യും. ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു വിത്തിൻ ബ്രാക്കറ്റ്സ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ ഇസഡ് സ്ക്വയർ. സി, നമുക്ക് എത്ര ഡയമെൻഷൻ വേണമെങ്കിലും. ഇൻ 1746 D.L.Ambed discovers 1 dimensional wave equation. Wave equation അതിന്റെ സൊല്യൂഷൻ കിട്ടും. Within 10 years, Leonard Wheeler discovered 3 dimensional wave equation. Okay, natural ലോകത്തില് 3 dimensional വരെ ഉള്ളൂ അല്ലേ? But in mathematical world, n dimensional or infinite dimensional is known. So 3 dimensional വരെ ആ കാലഘട്ടത്തിൽ 1746 കാര്യമാണ് ഈ പറയുന്നത്. ആ കാലഘട്ടത്തിൽ ലിയോനാർഡ് വൈലർ നമുക്കറിയാവുന്ന വ്യക്തിയാണ് അല്ലേ? He's a very famous mathematician and he died at the age of 76, I think. And he's blind at his oldest age. After that also, he discovered many things in mathematics. And he also invented നമ്മൾ പറയാൻ പറ്റുന്ന ഞാൻ പറഞ്ഞ he also invented a branch of mathematics which is called the graph theory. പോലെ മാത്തമാറ്റിക്സിലെ ഇഷ്ടം പോലെ കാര്യങ്ങളാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ലിയോനാർഡ് നമ്മള് I is equal to root of -1 പറയുന്നില്ലേ, കോംപ്ലക്സ് നമ്പർ. ദാറ്റ് ഈസ് എ കോൺട്രിബ്യൂഷൻ ഓഫ്. ഇതുപോലെ ഇപ്പം വേവ് ഇക്വേഷൻ കണ്ടില്ലേ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരെണ്ണമാണ് വേവ് ഇക്വേഷനിലെ മാത്തമാറ്റിക്സ് കൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കും. യഥാർത്ഥത്തിൽ നമ്മളല്ല ഫിസിക്സുകാരെ യൂസ് ചെയ്യുന്നത്, പക്ഷേ സൊല്യൂഷൻ ഈസ് ബൈ ഫ്രം എ മാത്തമാറ്റീഷ്യൻ. ആൻഡ് ഓൾസോ ദ ഹീറ്റ് ഇക്വേഷൻ ആ ടൈമിൽ തന്നെ വന്നതാണ്. ഹീറ്റ് ഇക്വേഷൻ 1822. ഹീറ്റ് ഇക്വേഷൻ ഈസ് ഫൗണ്ട് ബൈ ഫോറിയർ. കിട്ടില്ലേ ഫോറിയർ സീരീസ് എന്നൊക്കെ പറയുന്നത്, അതെ ഫോറിയർ. ആൻഡ് ദ ഇക്വേഷൻ ഈസ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ.
dou square u by dou u by dou t. Second order മാറിയിട്ട് first order. Dou u by dou t equal to c square into dou square u by dou x. One dimension. Two dimension വരുന്നത് c square into dou square u by dou x square plus dou square u by dou y square. അപ്പോൾ ഹീറ്റ് ഇക്വേഷൻ എന്താ? മുമ്പേ പറഞ്ഞ പോലെ ഒരു സ്ട്രിങ്ങിന് വരെ ഒരു റോഡ് എടുക്കുക, ഒരു ഇരുമ്പ് ദണ്ഡ, ആൻഡ് വി മേക്ക് എ ഹീറ്റ് ഓൺ വൺ സൈഡ്. ഒരു സൈഡിൽ നിങ്ങൾ തീ കത്തിച്ചു, എന്ത് സംഭവിക്കും? ഇരുമ്പ് ദണ്ഡായതുകൊണ്ട് അത് കത്തിപ്പോകത്തില്ല അല്ലേ? ചൂടൊരു ഭാഗവും മറ്റേ ഭാഗത്തോട്ട് ഇങ്ങനെ വരും. മുമ്പേ ചെയ്ത പോലെ തന്നെ അവിടെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ആഫ്റ്റർ t is equal to 5 seconds, what is the heat at that point? നമുക്ക് 3 സെക്കൻഡ് കഴിയുന്നതിനെ ഹീറ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. But using this equation or using the solution of the partial differential equation, we can easily find the position and also the time. Position time ആയിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ഏത് വേണേലും കാണാം കേട്ടോ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും using that differential equation. വേറൊരു ആപ്ലിക്കേഷൻ okay. Suppose x naught grams of matter are present initially and decompose in a first order reaction, and x is the number of grams present at later time t. Rate of decay കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മനസ്സിലായോ? ഒരു സബ്സ്റ്റൻസ് നമ്മൾ കുറച്ച് ഇവിടെ വെച്ചേക്കുന്നു. After certain years or after certain times, it decays into smaller one. അല്ലേ? ചിലപ്പോൾ വെയിറ്റ് കുറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ വേറൊരു സബ്സ്റ്റൻസ് ആയി മാറുന്നതായിരിക്കാം. എന്തായാലും there is a change. നമ്മൾ ഒരു ഇരുമ്പ് സാധനം വെച്ച് കുറച്ചുകൂടെ കഴിയുന്ന തുരുമ്പിച്ചതിന്റെ രൂപം തന്നെ മാറുന്നില്ലേ? അതുപോലെ തന്നെ we are choosing x naught gram initially, and after certain time t it changes to x. Okay, then the rate of decay is proportional to x. Correctly? നമുക്ക് എത്ര ഭാരം അവിടെ ഇരിപ്പുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ഇരിക്കുന്നത്. ഇനിഷ്യൽ പോയിന്റിലെ അല്ല ഉദ്ദേശിച്ച് ആഫ്റ്റർ ടൈം ടി. The rate of decay is nothing but dx by dt. Rate of change of x with respect to time. Decay ആയതുകൊണ്ടാണ് മൈനസ് സൈൻ. So dx by dt is proportional to x ആണ്. Or dx by dt is equal to minus k into x. Minus gives that it is a rate of decay. കുറഞ്ഞു വരുക, decreasing. Where k is positive. k negative ആണ് നേരെ തിരിഞ്ഞു അല്ലേ? ഇനി റേറ്റ് ഓഫ് ഇൻക്രീസ് വേണമെങ്കിലും പറ്റും. അതിനെന്ത് ചെയ്താൽ മതി? k നെഗറ്റീവ് എടുത്താൽ മതി, അല്ലെങ്കിൽ മൈനസ് കെ എക്സിന് പകരം കെ എക്സ് എടുത്താൽ. അപ്പം നമുക്ക് ഏതൊരു സാധനം ഇൻക്രീസ് ചെയ്യുന്നതും എടുക്കാം. So we get a differential equation of the form dx by dt equal to minus k into x. കണ്ടോ ഡിഫറൻസ്? ഒരു പുതിയ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്ത് ഇങ്ങോട്ട് നോക്കി. ഇനിഷ്യലി x naught gram of matter are present. After a certain time it becomes x. Therefore the rate of decay is inversely proportional to dx by dt is proportional to minus x. Proportional ആണെങ്കിൽ we are multiplying with a constant. The constant is positive. dx by dt is equal to minus kx. കണ്ടല്ലേ, ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയില്ലേ? ഞാൻ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് ആൻസർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ വേരിയബിൾ സെപ്പറബിൾ ഇക്വേഷൻ. ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തു, ഇന്റഗ്രേറ്റ് ചെയ്തു. വി ഗെറ്റ് log x is equal to minus kt plus c. And at initial time x is equal to x naught. That is when t equal to 0, x is equal to x naught. ഇതും കൊടുക്കുന്നതന്നെ the solution become x is equal to x naught into e raised to minus kt. മനസ്സിലായോ? See, we have a differential equation dx by dt is equal to minus kx where k greater than 0. By suitable integration and applying the initial condition, the solution changes to x is equal to x naught into e raised to minus kt. See, our differential equation ഈ സൊല്യൂഷനുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. കാര്യം എന്താ? സൊല്യൂഷൻ is a functional relation. It must satisfy the given relation. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്കതല്ല, ഈ സൊല്യൂഷൻ കൊണ്ട് ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ സൊല്യൂഷൻ കിട്ടിയോണ്ട് വല്ല പ്രയോജനമുണ്ടോ?
അല്ലെങ്കിൽ ഇത് എവിടെ അപ്ലൈ ചെയ്യുന്നു? ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. It is convenient to express the rate of decay of radioactive element in terms of half-life period. ഒരു ആപ്ലിക്കേഷൻ ഇത് മാത്രമേ ആപ്ലിക്കേഷൻ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. This is one of the application. We can find the half-life period of a radioactive element. Half-life period നിങ്ങൾ ചിന്തിക്കണം. ഒരു സബ്സ്റ്റൻസിന്റെ ഹാഫ്-ലൈഫ് പീരീഡ് നമ്മുടെ ജീവിതകാലം ആയിരിക്കത്തില്ല. നമ്മളുടെ കുഞ്ഞിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയുടെയോ അതിന്റെ അടുത്ത തലമുറയോ ആയിരിക്കും വരുന്നത്. ഒന്ന് രണ്ട് എക്സാമ്പിൾ നിങ്ങളെ കാണിക്കാം. എന്താ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ടു കൺവേർട്ട് എ സബ്സ്റ്റൻസ് ഓഫ് എക്സ് ഗ്രാം ടു x/2 ഗ്രാം. എക്സ് ഗ്രാം നമുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ പകുതി എന്നാകുന്നു അന്ന് വരെയുള്ള ടൈം. ദാറ്റ് ഈസ് ദ ഹാഫ് ലൈഫ് പീരീഡ്. കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറഞ്ഞാണ് ഹാഫ് ലൈഫ് പീരീഡ്. അതിന് എന്ത് ചെയ്താൽ മതി? ഇതാണ് അവിടെ കാണിച്ചേക്കുന്നത്. വി ഹാവ് ടു റീപ്ലേസ് x/x0/2. നമുക്കൊരു സൊല്യൂഷൻ കിട്ടിയില്ലേ? x is equal to x0 into e raised to minus kt and replacing x/x/2. x0/2. കാരണം at the initial time it is x0 അല്ലെ? കുറെ നാൾ കഴിയുന്നുണ്ടെ ഇതിന്റെ പകുതിയാകുന്ന എപ്പോഴാണ്? എക്സ് ബിക്കം x0/2. ഞാൻ അതും സോൾവ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തരുന്നില്ല. ഓൺ സിംപ്ലിഫിക്കേഷൻ വി ഗെറ്റ് k into t equal to log 2. ആ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്മോൾ ടി ഞാൻ മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. And t, capital T is the half-life period. See, t is given, then clearly we can find the value of k. K is called the rate constant. Tയുടെ വാല്യൂ ഒരു സബ്സ്റ്റൻസിന്റെ ഹാഫ് ലൈഫ് പീരീഡ് നമുക്ക് അറിയാമെങ്കിൽ we can find the rate constant. ഇനി റേറ്റ് കോൺസ്റ്റന്റ് അറിയാമെങ്കിൽ we can find the half life period also. ഒന്ന് രണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? See, it is a simple differential equation. ഏറ്റവും ചെറിയ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏറ്റവും ചെറിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പക്ഷെ അതിൽ നിന്ന് സൊല്യൂഷൻ കിട്ടുന്നത് വളരെ വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു തിയറിയിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് എ ഹാഫ് ലൈഫ് പീരീഡ്. ഒരു എക്സാമ്പിൾ നിങ്ങൾ കണ്ടു, വളരെ രസകരമായ കുറെ എക്സാമ്പിൾ. First example, the common isotope of uranium decays into helium, an isotope of lead, which a half-life period of 4.5 billion years. എത്ര നാൾ കാത്തിരിക്കണം? യുറേനിയം ഹീലിയം ആണെങ്കിൽ 4.5 ബില്യൺ ഇയേഴ്സ്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 crore വരുന്നത് അല്ലേ? നമുക്ക് 100 വയസ്സ് വരെ ജീവിക്കാൻ പറ്റിയാൽ, ഒരു സെഞ്ചുറി അടിക്കാൻ പറ്റിയാൽ അതൊരു വലിയ ഭാഗ്യവാനായ മനുഷ്യനാണെന്നാ പറയുന്നത് അല്ലേ? അപ്പം 4.5 ബില്യൺ ഇയേഴ്സ് ആരെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മളെ കൊണ്ടേ പറ്റത്തുള്ളൂ, മസുകാരെ കൊണ്ടേ പറ്റത്തുള്ളൂ. കണ്ടില്ലേ? ഡീകേ ഓഫ് പൊട്ടാസ്യം ഇൻടു ആർഗൺ, ഹാഫ് ലൈഫ് പീരീഡ് ഇച്ചിരി കുറഞ്ഞു എന്നാലും നോക്കുക 1.3 ബില്യൺ ഇയേഴ്സ്. Then rubidium into strontium, 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അത് ആർക്ക് വേണേലും ഒരു 10 വർഷം കഴിയുന്നുണ്ട് അത് മാറി നിന്ന് കണ്ടുപിടിക്കാം. പക്ഷെ ഇത്രയും ഏജ് ഇറ്റ് ഈസ് യൂസിങ് എ മാത്തമാറ്റീഷ്യൻ. The oldest rock, ഇതുവരെ നമ്മുടെ ലോകത്തിൽ കണ്ടുപിടിച്ചേക്കുന്ന ഏറ്റവും പ്രായം കൂടിയ റോക്ക് 3 ബില്യൺ ഇയേഴ്സ്. ഏറ്റവും രസകരമായ ഒരു സംഗതി, ദ ഏജ് ഓഫ് എർത്ത് വാസ് അബൌട്ട് 4.5 ബില്യൺ ഇയേഴ്സ്. ഇതെല്ലാം നോക്കിയ ഒരു ചെറിയൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കേണ്ടത്. ഇത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ കറക്റ്റാണ്, നമുക്ക് തിയറി വെച്ച് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇനി ആർക്കെങ്കിലും ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നോ പോസിബിലിറ്റി. 4.5 ബില്യൺ ഇയേഴ്സ് പറ്റുമോ? ചിന്തിക്കുക അല്ലേ? നോക്കാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ ചെറിയൊരു കാര്യമേ പറയുന്നുള്ളൂ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ
ഞാൻ 1-2 എക്സാമ്പിളേ പറഞ്ഞുള്ളൂ, സമയം നിങ്ങൾക്ക് അധികം എടുക്കുന്നില്ല. ഒരു ചെറിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടുത്തം വന്നത് ഒരു വലിയ ഒരു ഇക്വേഷൻ, ഒരു ചെറിയ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിന്റെ സൊല്യൂഷൻ വന്നപ്പോഴത്തേക്കിനെ ഒരു വലിയ മാത്തമാറ്റിക് ഒരു ഫിസിക്സ് തിയറിയിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലയോ? പ്രയോജനമുണ്ട് അല്ലേ? അത് ചിലപ്പോൾ നമ്മളായിരിക്കില്ല യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളൊരു തിയറി കണ്ടുപിടിച്ചു, ആ തിയറി നമ്മളായിരിക്കില്ല യൂസ് ചെയ്യുന്നത്, വേറെ ആരെങ്കിലും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാനാണ് മാത്തമാറ്റിക്സ്. അതുകൊണ്ടാണ് ഇതിനെ ക്യൂൻ ഓഫ് മാത്തമാറ്റിക്സ് ഒക്കെ പറയുന്നത് കേട്ടോ. ഇനി ഞാൻ അടുത്തൊരു തിയറിയിലേക്ക് പോവാം. എ ഫാസ്റ്റ് ഡെവലപ്പിംഗ് ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ്, the essence are models help us arrive at optimum decision. A fast developing branch, ബ്രാഞ്ചിന്റെ പേര് പറയുന്നില്ല, നിങ്ങൾ പറയണം ബ്രാഞ്ചിന്റെ പേര്. A fast developing branch of mathematics. ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പഠിക്കാൻ തുടങ്ങിയത് +1 തൊട്ടാണ് കേട്ടോ. എന്നാലും ഇച്ചിരി ഡീപ്പായിട്ട് പഠിക്കുന്നത് നിങ്ങൾ MSc കാലഘട്ടത്തിൽ 30s പഠിക്കുന്നുണ്ട് ചില ഭാഗങ്ങൾ. എ ഫാസ്റ്റ് ഡെവലപ്പിംഗ് ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ്, ദ എസൻസ് ആർ മോഡൽസ് ഹെൽപ്പ് us arrive at optimum decision. കിട്ടിയോ ആൻസർ? ഈ ഒരു ബ്രാഞ്ചിനെ നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ പരിചയപ്പെട്ടു, അതിന്റെ ആപ്ലിക്കേഷൻ 1-2 നമ്മൾ പറഞ്ഞു. മാത്തമാറ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് പഠിക്കുന്നതിനും ആപ്ലിക്കേഷൻ ഉണ്ട്. ഏതിനും ആപ്ലിക്കേഷൻ ഇല്ലാത്ത മാത്തമാറ്റിക്സിൽ ഒരു തിയറിയില്ല. അതെവിടാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള നമ്മളായിരിക്കില്ല ഒരിക്കലും അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ അപ്ലൈ ചെയ്ത ആർക്കിമിഡിയൻ പ്രിൻസിപ്പിൾ, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തത് സാധാ ഒരു മേശരിയാണ്. കണ്ടുപിടിച്ച ആൻസർ ഇതാണോ കിട്ടിയത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഓപ്പറേഷൻസ് റിസർച്ച്. റിസർച്ച് നടക്കുന്ന ഫീൽഡാണ് മാത്തമാറ്റിക്സിലെ. നന്നായി റിസർച്ച് നടക്കുന്ന ഒരു ആപ്ലിക്കബിൾ മാത്തമാറ്റിക്സ് എന്ന് വേണമെങ്കിലും പറയാം. മാത്തമാറ്റിക്സിന്റെ അപ്ലൈഡ് മാത്തമാറ്റിക്സ്, ആപ്ലിക്കബിൾ ഞാൻ ഉദ്ദേശിച്ച അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആണെന്ന് വേണമെങ്കിലും പറയാം. നിങ്ങൾ ഇപ്പൊ 30ds പഠിക്കാണ്ട് ഒപ്റ്റിമൈസേഷൻ ടെക്നിക് എന്നതിന് പേര് പറഞ്ഞു. ചില 30ds ഇത് പഠിക്കാനുണ്ട് ചില കോളേജിൽ. ഇതിനും ഒരു ചരിത്രമുണ്ട്. ഈ ചരിത്രം നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. See, the world era I divide into 3 parts. Pre-World War II, World War II, and post-World War II. നമ്മുടെ ലോക ചരിത്രത്തെ ഞാനിപ്പോൾ 3ആയിട്ട് തിരിച്ചു. ഫസ്റ്റ് ഈസ് pre-World War II, രണ്ടാം ലോകമഹായുദ്ധത്തിന് മുൻപ്. സെക്കൻഡ് ഈസ് in World War II, and third post World War II. ഈ 3 കാലഘട്ടത്തിൽ കൂടാണ് ഈ ഒരു സബ്ജക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ലോകത്തില് ഒരു സബ്ജക്റ്റ് ഉണ്ടായെങ്കിലും അത് ഡെവലപ്പ് ചെയ്യുന്നത് കുറേ വർഷത്തിന് ശേഷം, ആപ്ലിക്കബിൾ ആകുന്നത് അതിനും കുറേ വർഷത്തിന് ശേഷം. ആ ഒരു തിയറിയാണ് ഓപ്പറേഷൻസ് റിസർച്ച്. See, it was in 1885, F.W. Taylor conducted an experiment in connection with a simple shovel. ഷവൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഷവൽ എന്താണ്? മണ്ണ് കോരിയെടുക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കോരിയെടുക്കാൻ വേണ്ടി. അപ്പൊ ഈ ഷവലിലാണ് F.W. ടൈലർ റിസർച്ച് ചെയ്തത്. റിസർച്ച് ചെയ്താൽ അദ്ദേഹത്തിന്റെ ഒരു കണ്ടുപിടുത്തം. ഒരു ഷവൽ കണ്ടുപിടിക്കാൻ ഒരുത്തന്റെ കഴിവ് വേണോ? അല്ലേ? അതാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ? പക്ഷെ ഇത് വെറും ഷവലല്ല. ആ ഷവലിന്റെ പ്രത്യേകത എന്താ? His aim was to find that weight load of ore moved by the shovel
which would result in maximum or mode with the minimum fatigue. എവിടെ യൂസ് ചെയ്യുന്ന ഖനികളിൽ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ഷവൽ. ജോലിക്കാരെ കുറച്ചു വെച്ച് മാക്സിമം ഓർ അവിടുന്ന് എടുക്കുക. കുറച്ച് ജോലിയിൽ കൂടുതൽ സാധനം ഒപ്പിച്ചെടുക്കും. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പലതരത്തിലുള്ള ഷവലുണ്ടല്ലേ. മൺവെട്ടിയുണ്ട്, പിന്നെ ഇച്ചിരി പൂന്താലി പോലത്തെ ഇതുണ്ട് അല്ലേ, കോരിയെടുക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തത് കോരിയെടുക്കുന്ന ഷവൽ അല്ലെ. ഷവൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കോരിയെടുക്കുന്നതാണ്. അതിന്റെ പ്രത്യേകത എന്താ? ദ വെയിറ്റ് ലോഡ് ഓഫ് ഓർ മൂഡ് ബൈ ഷവൽ വിച്ച് വുഡ് റിസൾട്ട് ഇൻ മാക്സിമം ഓർ മൂഡ് വിത്ത് മിനിമം ഫിറ്റിംഗ്. കുറച്ച് ജോലി ഉപയോഗിച്ചിട്ട് മാക്സിമം ഇവിടെ നിന്ന് കോരിയെടുക്കുക. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം. കണ്ടില്ലേ അദ്ദേഹത്തിന്? ഫെഡറിക് വിൻസ്ലോ ടൈലർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അല്ലേ, ആള് നല്ല ഷൂഡാണ്. ഇദ്ദേഹം വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്തത്. ഇദ്ദേഹം വിജയിച്ചു. ഇദ്ദേഹം ഒന്ന് ഡെവലപ്പ് ചെയ്തു. He developed a special shovel and used that to take more ore with minimum wastage. ഇത് ഡെവലപ്പ് ചെയ്തു. അന്നത്തെ കമ്പനികളൊക്കെ, ഖനികളിൽ ജോലി ചെയ്യുന്ന കമ്പനികളൊക്കെ അദ്ദേഹത്തിന്റെ ഷവല് വാങ്ങാൻ തുടങ്ങി. ഇതാണ് ഇങ്ങനൊരു കൺസെപ്റ്റിന്റെ, അതായത് ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ. അദ്ദേഹത്തിന്റെ ആവശ്യം എന്തായിരുന്നു? മാക്സിമം ഓർ ലഭിക്കുക വിത്ത് മിനിമം വർക്ക്. മിനിമം വർക്കിലെ മാക്സിമം എഫേർട്ട് കിട്ടുക. മിനിമം എഫേർട്ടില് മാക്സിമം പ്രോഫിറ്റ് ലഭിക്കുക. ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത് അല്ലേ. ഓപ്പറേഷൻ റിസർച്ച് കൺസിസ്റ്റിംഗ് ഓഫ് 3 type of variables അല്ലേ, or 3 type of things. One is the ഏതൊക്കെയായിരുന്നു? One is the objective function. Second type is the constraints, and third one is the non-negativity function അല്ലെ, non-negativity variables. നമുക്കൊരു ഒബ്ജക്റ്റീവ് വേണം, അതിന്റെ ഉപയോഗിക്കുന്ന കൺസ്ട്രെയിൻസ് വേണം. ഇനി നോൺ നെഗറ്റീവ് ആണെങ്കിൽ നോൺ നെഗറ്റീവ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺസ്ട്രെയിൻസ്, ചിലത് ഇന്റിജർ ആകാം, അങ്ങനെ കൺസ്ട്രെയിൻസ്. അപ്പം ഇങ്ങനെ മിനിമം ജോലിയിൽ മാക്സിമം ഓർ ലഭിക്കുക. കണ്ടില്ലേ, മിനിമം ജോലിയിൽ മാക്സിമം പ്രോഫിറ്റ് ലഭിക്കുക. In 1970, A.K. Erlang published his work on the problem of congestion of telephone traffic. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടെലിഫോൺ, ഇന്നത്തെ ടെലിഫോൺ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ എല്ലാവരുടെയും മൊബൈലേ ഉള്ളൂ. ടെലിഫോൺ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല, മൊബൈൽ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ടെലിഫോൺ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോസ്റ്റ് ഓഫീസിലല്ല. നമുക്ക് വിളിക്കണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ബുക്ക് ചെയ്യണം, ട്രങ്ക് കോൾ ബുക്ക് ചെയ്യാന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോസ്റ്റ് ഓഫീസുകാര് ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇത് നമുക്ക് ഒരാളെ ഫോൺ ചെയ്യും. പക്ഷേ കുറേയേറെ ആൾക്കാർ ഒരുമിച്ച് വന്നാൽ ഒരു ടെലിഫോൺ ട്രാഫിക് ആകെ അവതാളത്തിലായി. ആ സ്ഥിതിയിൽ ആ ഒരു സമയത്താണ് എർലാങ് പബ്ലിഷ് ചെയ്ത ഒരു വർക്ക്, എങ്ങനെ ഈ ട്രാഫിക് പ്രോബ്ലം സോൾവ് ചെയ്യാം. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ ഒന്ന് അസൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും കിട്ടുകയും വേണം അല്ലേ. എവരിവൺ ഷുഡ് ടോക്ക് ഈച്ച് അതർ ആൻഡ് ഓൾസോ നോ കൺജക്ഷൻ ഒബ്റ്റൈൻഡ്. അങ്ങനെ അദ്ദേഹം വിജയിച്ചു. അന്നത്തെ പോസ്റ്റ് ഓഫീസർ അദ്ദേഹത്തിന്റെ വർക്ക് അക്സെപ്റ്റ് ചെയ്തു. ആ വർക്കാണ് ഇപ്പോഴത്തെ ടെലിഫോണിലും യൂസ് ചെയ്യുന്നത്. ടെലിഫോൺ ട്രാഫിക്കിൽ യൂസ് ചെയ്യും. ടെലിഫോണിലല്ല, ടെലിഫോൺ ട്രാഫിക്കിൽ യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട്, ഞാനത് പറയുന്നില്ല. ഇൻ വേൾഡ് വാർ II, 1939 to 1945, വേൾഡ് വാർ II നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാശം ഉണ്ടാക്കിയതാണ് അല്ലേ. ഇൻ വേൾഡ് വാർ II, British military formed a group of persons. A military management in England called on a team of scientists
to study the strategic and tactical problem of air and land defense. അതിനുവേണ്ടി ഒരു ടീമിനെ ഉണ്ടാക്കി. ടീമിന്റെ ലീഡറിന്റെ പേരെന്തായിരുന്നു? പ്രൊഫസർ PMS ബ്ലാക്കറ്റ്. ഈ ടീമിന്റെ പേര് ബ്ലാക്കറ്റ് സർക്കസ് എന്നായിരുന്നു. ഇതിനകത്ത് കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇതിനകത്ത് ഫിസിയോളജിസ്റ്റ് 3 ഫിസിയോളജിസ്റ്റ്, മാത്തമാറ്റിക്കൽ ഫിസിസിസ്റ്റ് 2 പേര്, അസ്ട്രോഫിസിസിസ്റ്റ് 1 ആള്, ഒരു ആർമി ഓഫീസർ, ഒരു സർവൈവർ, ഒരു ജനറൽ ഫിസിസിസ്റ്റ്, 2 മാത്തമാറ്റീഷ്യൻ. ഇങ്ങനെ ടോട്ടൽ 11 പേര് ചേർന്ന ഒരു ടീമിനെ അവര് ഉണ്ടാക്കി. അതായത് ഇംഗ്ലണ്ടിലെ മിലിറ്ററി ഫോഴ്സ് ഉണ്ടാക്കിയെടുത്താണ് ഈ വേൾഡ് വാർ 2. അവരുടെ ഉദ്ദേശം എന്താണ്? The objective was to find out the most effective allocation of limited military resources to various military operations and to the activities within each operation. മനസ്സിലായോ? മോസ്റ്റ് എഫക്റ്റീവ് അലോക്കേഷൻ ഓഫ് ലിമിറ്റഡ് മിലിറ്ററി റിസോഴ്സ്. ഓരോ ഭാഗത്തേക്കും മിലിറ്ററി റിസോഴ്സിനെ എങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? എവിടാണ് കൂടുതൽ ആൾക്കാർ വേണ്ടത്, ഏത് ഭാഗത്താണ് മിസൈൽ വർഷിക്കേണ്ടത്, ഏത് ഭാഗത്താണ്, ഏത് ഭാഗത്താണ് എയർ വേണ്ടത്, ഏത് ഭാഗത്താണ് നേവി വേണ്ടത്, ഈ ഭാഗങ്ങളിലൊക്കെ ആളെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതായിരുന്നു ഇവരുടെ ഉദ്ദേശം. ഇങ്ങനെ ടീം വർക്ക് ചെയ്തു. ആൻഡ് ദിസ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റ് ഫ്രോം ദ ഫസ്റ്റ് OR എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് റിസർച്ച് ടീം. അത് വിജയമായിരുന്നു, വൻ വിജയമായിരുന്നു. ഇദ്ദേഹമാണ് നമ്മൾ പറഞ്ഞ PMS ബ്ലാക്കറ്റ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് 11 അംഗ ഒരു ടീമിനെ ഉണ്ടാക്കിയ ഫസ്റ്റ് OR ടീം. The name Operation Search or Operational Research was coined in 1940 because the team was carrying out research on military operations. ഇങ്ങനെയാണ് ഓപ്പറേഷൻ റിസർച്ച് എന്നൊരു പേര് കിട്ടിയത്. They are operating on military resources or research on military operations. So it is called a operations research. ഇത് വൻ വിജയമായിരുന്നു. കാരണം ഇവരുടെ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയ്ക്ക് കൂടുതൽ വിജയം കൈവരിക്കാനുള്ള പ്രധാന കാര്യം ഇതായിരുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. ആൻഡ് US also used this OR team after the World War. Those OR teams helps in developing strategies for mining operation. കണ്ടോ, US കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് മൈനിങ് ഓപ്പറേഷൻ, investing new flight patterns and planning of sea mines. ഇത് ഇപ്പോഴില്ല, അന്നത്തെ കാലത്തെ കാര്യമാണ് പറയുന്നത്. വേൾഡ് വാർ 2 ശേഷം നടക്കുന്ന, അല്പശേഷം നടക്കുന്നതാണ്. വേൾഡ് വാർ 2 ചേർന്ന് തന്നെ നടക്കുന്നതാണ്. US ഓൾസോ ഫോം ആൻ OR ടീം. അപ്പൊ അവർ മിലിറ്ററി ഓപ്പറേഷൻ തന്നെയല്ലേ യൂസ് ചെയ്തത്. പിന്നെന്താണ്? ഫോർ മൈനിങ് ഓപ്പറേഷൻ, ഇൻവെസ്റ്റിംഗ് ന്യൂ ഫ്ലൈറ്റ് പാറ്റേൺ ആൻഡ് പ്ലാനിങ് ഓഫ് sea mines. Then, after the World War II, the success of military teams attracts the attention of industrial managers who were seeking solution to this problem. Or soon spread from military to government, industrial, social, and economic. So, military മാറി, US കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് വേറെ യൂസ് ചെയ്തു. പിന്നെ ലോകരാജ്യങ്ങൾ പലതും യൂസ് ചെയ്യാൻ തുടങ്ങി. മിലിറ്ററി തന്നെയല്ല, പിന്നെന്താണ്, ഇൻഡസ്ട്രിയൽ യൂസ് ചെയ്തു, സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്ലാൻ. OR ഇന്ത്യയിൽ 1949 ആദ്യമായിട്ട് യൂസ് ചെയ്തത് അറ്റ് റീജിയണൽ റിസർച്ച് ലബോറട്ടറി ഹൈദരാബാദ്. ഏറ്റവും ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഓൾസോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് OR team in India was in the preparation of draft of second 5-year plan. നമ്മളുടെ 5-year പ്ലാനിലെ ഏറ്റവും വിജയകരമായിട്ടുള്ള ഒന്നായിരുന്നു സെക്കൻഡ് 5-year പ്ലാൻ.
അത് OR ടീമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോഴും നടക്കുന്ന 5-year പ്ലാനിലെല്ലാം OR ടീം തീർച്ചയായിട്ടും ഉണ്ട്. See, these are the activities spread in different fields. ഇപ്പോൾ നടക്കുന്ന ഹോസ്പിറ്റലുകൾ, ലൈബ്രറീസ്, സിറ്റി പ്ലാനിംഗ്, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, എനർജി കൺസർവേഷൻ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ഇതൊന്നുമില്ല, ഇങ്ങനെ കിടക്കുകയാണ്. നിങ്ങൾ ഉപയോഗിച്ച ചെറിയ ഒരു ഭാഗം പക്ഷേ വന്നപ്പോഴത്തേക്കിന് എവിടൊക്കെ യൂസ് ചെയ്യുന്നു? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലൈബ്രറീസ്, സിറ്റി പ്ലാനിംഗ്, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, എനർജി കൺസർവേഷൻ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ എക്സെട്ര. ഹോസ്പിറ്റലിൽ എന്താണ് OR യൂസ് ചെയ്യുന്നത്? ലൈബ്രറീസിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? ഇതൊക്കെ നമുക്ക് തോന്നും അല്ലേ? ചില പ്രോബ്ലംസ് നമ്മുടെ വീടുകളിലൊക്കെ നിങ്ങളൊക്കെ ചെയ്യുന്ന ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് വരുത്താറുണ്ട് അല്ലേ? എല്ലാവരും ചെയ്യുന്ന, ഇപ്പൊ കൊച്ചുകുട്ടികൾ തുടങ്ങി വൃദ്ധന്മാർ അല്ലെങ്കിൽ വൃദ്ധകൾ വരെ ഓൺലൈൻ പർച്ചേസിലാണ് കൂടുതൽ. ഓൺലൈൻ പർച്ചേസ് ആമസോൺ ആണെന്നിരുന്നു കേട്ടോ. ആമസോണിൽ ഞാനൊന്ന് ബുക്ക് ചെയ്തു. ആമസോണിൽ നിന്ന് ആമസോണിന്റെ അവരുടെ ഫെസിലിറ്റി സെന്ററിൽ എത്തുന്നു. എന്നിട്ട് ഒരു ബോയ് നമ്മളുടെ വീട്ടിൽ കൊണ്ടുതരും. ആമസോൺ ബോയ് നമ്മുടെ വീട്ടിൽ എത്തിക്കുന്നു, നമ്മുടെ കയ്യിൽ എത്തിക്കുന്നു. ഒന്നുകിൽ നമ്മൾ നേരത്തെ കാശ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ പയ്യന്റെ കയ്യിൽ കാശ് കൊടുക്കുന്നു. ഇവൻ തിരിച്ച് ഈ കാശെല്ലാം കളക്ട് ചെയ്തിട്ട് ആമസോണിന്റെ ഓഫീസിൽ ചെല്ലുന്നു, കാശ് കൊടുക്കുന്നു, അവൻ വീട്ടിൽ പോകും അല്ലേ? കണ്ടില്ലേ? ഇതെന്താണ്? ദിസ് ഈസ് എ പ്രോബ്ലം ഇൻ ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ഈ സെയിൽസ്മാൻ ഇനി നിങ്ങളുടെ വീട്ടിൽ വരുന്ന ആമസോൺ ബോയിയോടൊന്ന് ചോദിക്കണം, നിങ്ങൾ എങ്ങനെയാണ് ഈ സാധനവുമായിട്ട് വീട്ടിലെത്തുന്നത്? അവൻ പറയും ബൈക്കിലാണ് എത്തുന്നത്. അതല്ല, നിങ്ങളുടെ റൂട്ട് എങ്ങനെയാണെന്ന് ചോദിക്കണം. ആ റൂട്ട് അവൻ കൃത്യമായിട്ട് പറഞ്ഞു. ദിസ് ഈസ് ദ അസൈൻമെന്റ് ഡൺ ബൈ ആൻ ഓപ്പറേഷൻ റിസർച്ച് ടീം. കാരണം ഈ പറയുന്ന ആമസോൺ ബോയിയുടെ പാത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാത്താണ്. അതേസമയം ആമസോണിന്റെ ഡെലിവറിയോ അതൊരു ലോങ് പാത്താണ്. കാരണം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ഒരു സെന്ററിൽ എത്തുന്നു. പിന്നെ ആമസോണിന്റെ ഇപ്പൊ ഞങ്ങളുടെ പത്തനംതിട്ട ആണെങ്കിൽ പത്തനംതിട്ട ഒരു സെന്ററിൽ എത്തുന്നു. പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസിലേക്ക് ആമസോൺ ബോയ് എത്തുന്നു. കണ്ടില്ലേ? ഒരു ലോങ് പ്രോസസ് ആണ്. ഇതൊന്ന് ഷെഡ്യൂൾ ചെയ്യാം. ദിസ് ഷെഡ്യൂൾ യൂസിങ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്. അപ്പൊ നമ്മുടെ ബോയ് വരുന്നത് ഞാൻ പറഞ്ഞു എന്താണ്? ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ഇത് തന്നെ നമ്മുടെ പോസ്റ്റ്മാനും ചെയ്യുന്നതാണ്. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം തന്നെയാണ് പോസ്റ്റ്മാൻ പ്രോബ്ലം. ഇപ്പൊ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താണ്? ഇയാൾക്ക് എല്ലാ വീടുകളിലും കൊടുക്കണം അല്ലേ? ഡെസ്റ്റിനേഷൻ പ്ലേസിലെല്ലാം ഇത് എത്തിക്കണം. ആൻഡ് ഓൾസോ ഹി ഹാസ് ടു പേ മിനിമം കോസ്റ്റ് ഇൻ പെട്രോൾ ആൻഡ് ഹിസ് ട്രാവൽ മോഡ്. അവന് ആഗ്രഹിക്കുമോ പെട്രോൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തി വണ്ടി കൂടുതൽ ഓടി വീടുകളിലേക്ക് കൊടുക്കാൻ? ഇല്ല. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും? ഒന്ന് ഇത് അറേഞ്ച് ചെയ്തിട്ട് അയാളുടെ പാത്ത് അയാളൊന്ന് അറേഞ്ച് ചെയ്ത് തിരിച്ച് ആമസോണിന്റെ ഡെലിവറി സ്റ്റേഷനിലെത്തും അല്ലേ? അല്ലെങ്കിൽ ആമസോണിന്റെ ആ സോണൽ സെന്ററിലെത്തും. സോ ദിസ് ഷെഡ്യൂളിംഗ്, ചെറിയൊരു ഷെഡ്യൂൾ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വലിയ ഷെഡ്യൂളിംഗ് ഈസ് യൂസിങ് ആൻ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്. വേറൊരു, ഈ ഹോസ്പിറ്റലിലും ലൈബ്രറിയിലും സിറ്റി പ്ലാനിങ്ങിലും ഒക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നു? ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഞാൻ പറഞ്ഞു, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, എനർജി കൺസർവേഷൻ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഇവിടെയൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നു? നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇന്ത്യൻ റെയിൽവേ എടുക്കാം. ഇന്ത്യൻ റെയിൽവേ ഈസ് ദ ലാർജസ്റ്റ് എംപ്ലോയർ ഇൻ ദ വേൾഡ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ദിവസവും ജോലി കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ റെയിൽവേയിൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ചിന്തിക്കാം, അവര് ടെസ്റ്റിനും ഇന്റർവ്യൂവിനും പേപ്പറിൽ പരസ്യം കൊടുക്കുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു, പോകുന്നു, ജോലിക്ക് കയറുന്നു,
ശമ്പളം വാങ്ങിക്കുന്നു, വീട്ടിൽ പോകുന്നു. പക്ഷേ ഇവർക്കുള്ള ജോലി അസൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറയുന്ന ഒരു ടാസ്ക്, ദാറ്റ് ഈസ് കോൾഡ് ദ അസൈൻമെന്റ് പ്രോബ്ലം. കാരണം ഒരു വ്യക്തി പല ക്വാളിഫിക്കേഷനുള്ള ആളായിരിക്കും. അപ്പൊ അവൻ പല ജോലി ചെയ്യാൻ താല്പര്യമുള്ളവനായിരിക്കും. ഒരു ടൈമിൽ ഒരാൾക്ക് ഒരു ജോലിയല്ല ചെയ്യാൻ പറ്റുമോ? വിച്ച് ഈസ് ദ സ്യൂട്ടബിൾ ജോബ് അസൈൻ ടു ഹിം. സോ ദാറ്റ് ഈസ് ദ അസൈൻമെന്റ് പ്രോബ്ലം. അത് ഇന്ത്യൻ റെയിൽവേ യൂസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. ദാറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് ഓപ്പറേഷൻ റിസർച്ച്. ഇനി ഓപ്പറേഷൻ റിസർച്ച് നമുക്ക് സിലബസിലുണ്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ട്, MSc-കാർ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് MSc കോഴ്സ് ഓൺ OR വാസ് സ്റ്റാർട്ടഡ് ബൈ ഡൽഹി യൂണിവേഴ്സിറ്റി ഇൻ 1963. ലോകത്തിൽ ആദ്യമല്ല, ഇന്ത്യയിൽ ആദ്യം 1963 ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് ഓപ്പറേഷൻ റിസർച്ച് എന്ന സബ്ജക്ട് യൂസ് ചെയ്തത്. അത് ഉടനെ തന്നെ IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, കൊൽക്കത്ത ആൻഡ് അഹമ്മദാബാദ് ഇൻട്രൊഡ്യൂസ് ഓപ്പറേഷൻ റിസർച്ച് ഇൻ MBA കോഴ്സ്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ കണ്ടില്ലേ, കുറെ കാര്യം മാനേജ്മെന്റുകാർക്ക് യൂസ് ചെയ്യുന്ന അല്ലേ. സോ IIM സഡൻലി യൂസ് ദിസ് ഓർ ഇൻട്രൊഡ്യൂസ് ദിസ് ഇൻ ദ സിലബസ് ഓഫ് MBA കോഴ്സ്. ഇപ്പൊ എല്ലാ MBA കോഴ്സും ഓപ്പറേഷൻ റിസർച്ച് പഠിക്കാതെ MBA പാസ്സാകാൻ സാധിക്കില്ല. നിങ്ങൾ ഏത് MBAക്ക്, നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന ഒരു MBAക്ക് പോകുന്ന കുറെ പേര് കാണും. ഓർത്തുകൊള്ളുക, നിങ്ങൾ ഓപ്പറേഷൻ റിസർച്ച് പഠിക്കാതെ നിങ്ങൾക്ക് MBA പാസ്സാകാൻ സാധിക്കില്ല. ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്ക് അപ്ലൈ ചെയ്യാതെ MBA മാനേജ്മെന്റ് സംബന്ധിക്കുന്ന ഒരു ജോലി നിങ്ങൾക്ക് ചെയ്യാം. ഈ ലോകത്തിലെ നമ്മുടെ ഇന്ത്യയിലെ OR യൂസ് ചെയ്യുന്ന കുറെ കമ്പനീസ്, ഇന്ത്യൻ എയർലൈൻസിന്റെ ട്രാഫിക് ഓർഗനൈസ് ചെയ്യുന്നു, റെയിൽവേസിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, അസൈൻമെന്റ് പ്രോബ്ലം. ഡിഫൻസ് ഓർഗനൈസേഷൻ, ഫെർട്ടിലൈസർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഡൽഹി ക്ലോത്ത് മിൽ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, കണ്ടോ, ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്. അതുപോലെ കിർലോസ്കർ, കേട്ടിട്ടില്ലേ നിങ്ങൾ? കിർലോസ്കർ പമ്പ്, കിർലോസ്കറിലും അസൈൻമെന്റ് പ്രോബ്ലം അവര് കാര്യമായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഉണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ടെൽകോ, CSIR, BHEL, കിർലോസ്കർ കമ്പനി യൂസ് അസൈൻമെന്റ് മോഡൽ. DCM Kalio, Binis use the linear programming model for cotton blending. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളല്ലേ ഈ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം OR യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ രണ്ട് ഫീൽഡ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തി. ഒന്ന് ഓപ്പറേഷൻ റിസർച്ച്, ആദ്യം പറഞ്ഞത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, രണ്ടാമത് ഓപ്പറേഷൻ റിസർച്ച്. ഇത് രണ്ടും റിസർച്ചിൽ നന്നായിട്ട് പോകുന്നതാണ്. നിങ്ങൾ റിസർച്ച് ഓറിയന്റഡ് വിദ്യാർത്ഥികൾ, എന്റെയും ഇന്ദുലാൽ സാറിന്റെയും റിസർച്ച് ഫീൽഡ് ഇതല്ല. ഇന്ദുലാൽ സാർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഗ്രാഫ് തിയറി ഇവിടെ പറയുന്നത്. കാരണം സാറിന്റെ അടുത്ത് ഞാനത് പറയുന്ന ഒരു ഭംഗിയാണ്. അതുകൊണ്ടാണ് ഞാൻ വേറൊരു ഫീൽഡിലേക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, സിമ്പിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി. കോംപ്ലിക്കേറ്റഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഏതും നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് ഇഷ്ടം പോലാണ്. ലോകത്തിലെ സയൻസ് മേഖലകളിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആൻഡ് ഓൾസോ in the science and arts field, operation research is very much used. മാനേജ്മെന്റിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് സബ്ജക്റ്റ് നിങ്ങൾ റിസർച്ച് ഫീൽഡിലേക്ക് പോകുന്നവർക്ക് ഉപകാരമായിരിക്കും, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പൊ ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഈ രണ്ട് സബ്ജക്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി, ആപ്ലിക്കേഷൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല ഈ സബ്ജക്റ്റിന്റെ ആപ്ലിക്കേഷൻ, ഞാൻ ചെറിയ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ഇത് പറയാനുള്ള കാര്യം നമ്മുടെ കുട്ടികളുടെ മനസ്സിലിരിക്കുന്ന, പണ്ട് എൻ്റെ മനസ്സിലുള്ളതാണ്, ഇതെന്തിനു പഠിക്കുന്നു, മാത്തമാറ്റിക്സ് കുറെ കാര്യങ്ങൾ പഠിക്കുന്നു. നിങ്ങൾ OR പഠിക്കുന്ന കുട്ടികൾ തോന്നിക്കാണും, ഒരു പീരീഡ് അല്ലെങ്കിൽ 2 പീരീഡ് എടുത്താൽ ചില പ്രോബ്ലം ചെയ്യുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനു ഈ പ്രോബ്ലം ചെയ്യുന്നു അല്ലേ? പക്ഷെ ഈ പ്രോബ്ലം ചെയ്യുന്നതാണ് പല തിയറീസിലും അപ്ലൈ ചെയ്യുന്നത്. അത് മനസ്സിലാവും. നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർക്ക് ഒരിക്കലും ഇത് ഉപയോഗം കിട്ടിയില്ലെന്ന് വരും. പേടിക്കണ്ട, നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അത് മതി. നമുക്ക് ഫുട്ബോൾ കളിക്കുന്ന എല്ലാവരും ഫുട്ബോൾ കളിക്കാരനാകണമെന്നില്ല. ചില ആൾക്കാർ നല്ല കളിക്കാരാണ്. നല്ല കളിക്കാർ ഫുട്ബോളിലെ വീണ്ടും പൊക്കോളും. കളി താല്പര്യം അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പോകാൻ സാധിക്കാത്തവര് നാട്ടിലെ ക്ലബിൽ കളിച്ച് അവരും ആ ഫുട്ബോൾ കളിയിൽ ഇങ്ങനെ പങ്കെടുക്കും.
ഇതൊന്നും താല്പര്യമില്ലാത്തവരെ കളി മതിയാക്കി പതുക്കെ അടുത്ത വേറൊരു ഇതിലേക്ക് ഇതുപോലെയുള്ളൂ മാത്തമാറ്റിക്സ്. ദിസ് ലൈക്ക് എ ഫുട്ബോൾ മാച്ച്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം, ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം, അവർക്ക് മുൻപോട്ട് പോവുകയും ചെയ്യും. മാത്തമാറ്റിക്കൽ ഫീൽഡ് ലാർജാണ്. ചെറിയ 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഐസക് ന്യൂട്ടൻ പറഞ്ഞ പോലെ മണൽ തീരത്ത് നയിക്കുന്ന ചെറിയ തരികളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിനേക്കാളും വളരെ ചെറിയ തരികളാണ് ഞാൻ ഇട്ട് തന്നത്. നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് യൂസ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഉണ്ട്, ഏതും ആപ്ലിക്കേഷൻ ലെവലിലാണ്. നിങ്ങൾ എന്നെ വിളിച്ചു, കുറെ സമയം നിങ്ങളെ കേട്ടിരുന്നു. താങ്ക് യു വെരി മച്ച്. എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇടയ്ക്ക് നെറ്റ് കട്ടാവുമെന്നുള്ളത്. കേട്ടു എന്ന് വിശ്വസിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. Thank you, sir. Thank you very much. Now, I welcome our beloved English teacher, Dr. James William, for the reply speech. Respected Kochitesiama teacher, our beloved Vice Principal, respected Association President, Dinamis, respected Dr. Ravi sir, all my beloved colleagues from the Maths Department. I want to apologize for the server issue that happened. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സർവർ ഇഷ്യൂ ഇടയ്ക്ക് വന്നതുകൊണ്ട് എനിക്ക് റെനി സാറിന്റെ ടോക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ആയിട്ടും എനിക്ക് വേണ്ടി നിങ്ങളുടെ സ്നേഹവും ആശംസകളും അറിയിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് ഇങ്ങനെ ഒരു സ്നേഹം നിങ്ങൾ തന്നതിന് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, എനിക്ക് ഒരുപാട് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരുപാട് അധ്യാപകർ, പ്രത്യേകിച്ച് റാണി ടീച്ചർ, ദീനാമിസ്, പിന്നെ എല്ലാ സാറുമാരും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, എന്നോട് അടുപ്പം കാണിക്കുന്ന ടീച്ചേഴ്സാണ്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്നെ ഇന്ന് ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതെന്ന് എനിക്കറിയാം. അപ്പോ നിങ്ങൾ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ് തരുന്ന ഈ ഹൃദയത്തിലുള്ള സ്നേഹം അത് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഞാൻ പഠിപ്പിക്കുന്ന ബാച്ചസിൽ എനിക്ക് ഒരുപാട് പ്രിയമുള്ള ബാച്ചാണ് സയൻസ് ബാച്ചസ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ബാച്ചില് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികളാണ് ഇപ്പൊ പാസ് ഔട്ടായി പോയ കുട്ടികൾ. സരിക, ഭവിത, നിങ്ങളുടെ ബാച്ച് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് പഠിപ്പിച്ചിരുന്ന ഒരു ബാച്ചാണ്. നിങ്ങൾക്ക് നേടിയിരിക്കുന്ന ഈ വിജയം നിങ്ങൾ ഒരുപാട് അർഹിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. കാരണം ഐ റിയലി എൻജോയ് ടീച്ചിങ് യു. നിങ്ങളൊക്കെ ഒരുപാട് ഹൈറ്റ്സിൽ എത്തേണ്ട വിദ്യാർത്ഥികളാണ്. നിങ്ങൾ എല്ലാവരും നന്നായി പഠിക്കണം. റിസർച്ചിലേക്കൊക്കെ സാറ് ഓപ്പറേഷൻസ് റിസർച്ചിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. ഒരുപാട് അപ്ഡേറ്റഡ് ആയിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല മിടുക്കരായിട്ട് കൂടുതൽ നന്നായിട്ട് പഠിക്കുക എന്ന് പറയുന്നു. എന്റെ എല്ലാ ആശംസകളും നിങ്ങൾക്കും നേരുന്നു. എനിക്ക് ഇത്രയും സമയം തന്നതിന് ഒരുപാട് നന്ദി. റെനി സാറിന്റെ നല്ല വാക്കുകൾക്ക് താങ്ക് യു സോ മച്ച്. Thank you, Miss. Now, I welcome Ms. Regina Teresa Jomi for the vote of thanks. A graceful and warm morning to our most valued guest, head of the department, teachers, and all those who have gathered here. It's been an honor for me to offer a vote of thanks on this occasion. First of all, let me extend my sincere thanks to God Almighty. Now I express my sincere gratitude to Dr. Reni P. Varghese, Associate Professor and HOD of Catholic College, Pathanamthitta, for your excellent inaugural address with which you have inaugurated the Mathematics Association activities for the year 2020-21 and for the sparkling talk on the topic Mathematics in Real Life. On behalf of the Mathematics Department, I extend my heartfelt gratitude to you, sir. I also take this opportunity to express our sincere thanks to our beloved Vice Principal and HOD of the department for all her moral support and guidance in all our activities. We are fortunate enough to be backed by a team of dedicated and encouraging teachers. I also thank all our teachers
for their guidance and cooperation in making this occasion a successful one. I also take this opportunity to congratulate Dr. Jen Sherian and all the top scorers of our department. Last but not the least, I thank all of you for your valuable presence. Thank you. Thank you. Our program has come to an end. Let's all rise up for the national anthem. जय 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 हे